والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان خلق الإنسان من صلصال كالفخار وخلق الجان من مارج من نار فبأي آلاء ربكما تكذبان فبأي آلاء ربكما تكذبان صدق الله العظيم. السلام عليكم. വേദിയിൽ വാഫി ഗീതം ആലപിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അറിവിൻ തീരം തേടി ഞങ്ങൾ അലകടലിൽ തീർത്തു പദൾ വിദ്യയാലെ വിപ്ലവം വിതച്ചിടാനുരച്ചിത വിനീതരായി വരുന്നു വാഫികൾ സമർപ്പണത്തിൽ സത്യസാക്ഷികൾ അറിവിൻ തീരം തേടി ഞങ്ങൾ അലകടലിൽ തീർത്തു പദങ്ങൾ വിദ്യയാലെ വിപ്ലവം വിതച്ചിടാനുറച്ചിത വിനീതരായി വരുന്നു വാഫികൾ സമർപ്പണത്തിൻ സത്യസാക്ഷികൾ വന്യഗുരുനാഥരെ വിജയശില്പി സംഘമേ നിങ്ങൾ തീർക്കും വഴികളിൽ ഞങ്ങൾ തണലു തേടി വന്നവർ ഞങ്ങൾ തീവ്രക്ഷുഭിത യൗവനത്തിൻ തീജാലകൾ തെല്ലുമേ പാളാതെ തീർക്കം ജ്ഞാനവീഥികൾ തീവ്രക്ഷുഭിത യൗവനത്തിൻ തീജാലകൾ തെല്ലുമേ പാളാതെ തീർക്കം ജ്ഞാനവീഥികൾ അറിവിനായുദയം ചെയ്ത ജന്മമാണു നാം അറിവുകൾ
സമന്വയിക്കും വാഫിയാണു നാം അറിവിൻ തീരം തേടി ഞങ്ങൾ അലകടലിൽ തീർത്തു പദങ്ങൾ വിദ്യയാലെ വിപ്ലവം വിതച്ചിടാനുറച്ചിത വിനീതരായി വരുന്നു വാഫികൾ സമർപ്പണത്തിൻ സത്യസാക്ഷികൾ സരളമായ ദീനിൻ പാത പിന്തുടരണം സമസ്തയാം സരണിയിൽ ശക്തിയാകണം സരളമായ ദീനിൻ പാത പിന്തുടരണം സമസ്തയാം സരണിയിൽ ശക്തിയാകണം രാജനന്മയ്ക്കായി നാം കൈകൾ കോർക്കണം രമ്യതയും മൈത്രിയും പടുത്തുയർത്തണം അറിവിൻ തീരം തേടി ഞങ്ങൾ അലകടലിൽ തീർത്തു പദങ്ങൾ വിദ്യയാലെ വിപ്ലവം വിതച്ചിടാനുറച്ചിത വിനീതരായി വരുന്നു വാഫികൾ സമർപ്പണത്തിൽ സത്യസാക്ഷികൾ വിദ്യയുടെ വീടുകൾ വിണ്ണിൽ തീർത്ത ശ്രേഷ്ഠരെ കാത്തിരിക്കാം നിങ്ങളെ ഞങ്ങൾ കൈപിടിക്കാൻ സ്വർഗവാതിലിൽ ഉത്തമ ഗുണങ്ങളെല്ലാം സ്വീകരിക്കണം ഉമ്മത്തിന്റെ വേദനകൾ നെഞ്ചിലേറ്റണം ഉത്തമ ഗുണങ്ങളെല്ലാം സ്വീകരിക്കണം ഉമ്മത്തിന്റെ വേദനകൾ നെഞ്ചിലേറ്റണം ജന്മമേകിയോരെ എന്നും ഓർത്തിരിക്കണം ജീവിതത്തിലെന്നും അവർ കൺകുളിർക്കണം അറിവിൻ തീരം തേടി ഞങ്ങൾ അലകടലിൽ തീർത്തു പദങ്ങൾ വിദ്യയാലെ വിപ്ലവം വിതച്ചിടാനുറച്ചിത വിനീതരായി വരുന്നു വാഫികൾ സമർപ്പണത്തിൽ സത്യസാക്ഷികൾ വന്യഗുരുനാഥരെ വിജയശില്പി സംഘമേ നിങ്ങൾ തീർക്കും വഴികൾ ഞങ്ങൾ തണലു തേടി വന്നവർ ഞങ്ങൾ തണലു തേടി വന്നവർ ഞങ്ങൾ സ്വാഗത ഭാഷണം നിർവഹിക്കുന്നതിന് 8ാമത് വാഫി വഫിയ കലോത്സവത്തിന്റെ കർമ്മോത്സുകനായ കൺവീനർ മുഹമ്മദ് നിഷാദ് CP മമ്പുലിയെ സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. ഏറെ ബഹുമാന്യരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഉസ്താദുമാരെ, പ്രിയ വിദ്യാർത്ഥിനികളെ, അന്താരാഷ്ട്ര ലീഗിൽ അംഗത്വമുള്ള കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് വിഭാവനം ചെയ്യുന്ന വാഫി സംവിധാനത്തിന്റെ വിദ്യാർത്ഥി സംഘടന വാഫി സ്റ്റുഡൻസ് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന 8ാമത് സംസ്ഥാന വാഫി കലോത്സവത്തിലാണ് നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് ആത്മുഖമായി പ്രാർത്ഥിക്കുകയാണ്. 4000-ഓളം വരുന്ന പ്രതിഭകൾ 172ഓളം വരുന്ന മത്സര ഇനങ്ങളിൽ മാറ്റുരക്കുന്ന ധന്യ നിമിഷങ്ങൾക്കാണ് നാം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഈ കലയുടെ മാമാങ്കം അറിവിന്റെ, ചിന്തയുടെ പുതുനാമ്പുകൾ കിളിർക്കാൻ പ്രചോദനം നൽകുകയാണ്.
വിദ്യാർത്ഥി മനസ്സുകളുടെ ആഴങ്ങളെ സ്പർശിക്കുന്ന Q4 ടുമോറോയും കേരളത്തിലെ ബുദ്ധിജീവികളായ പണ്ഡിതന്മാരും പ്രഗത്ഭരായ വാഫികളും അണിനിരക്കുന്ന സെമിനാറുകളും വാഫി വഫിയ കുടുംബങ്ങളും ബന്ധുക്കളുടെ ബന്ധുക്കളും ഒന്നിച്ചിരുത്തി ഈ സംവിധാനത്തിന്റെ സംഘശക്തിയും സമൂഹത്തിന്റെ പിന്തുണയും എടുത്തു കാണിക്കുന്ന അർഹം അസംബ്ലിയും ഈ കലോത്സവത്തിന്റെ മനോഹരമായ നിമിഷങ്ങളാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കലയുടെ ആത്മാവ് എന്ന് പറയുന്നത് സൗന്ദര്യമാണ്. സൗന്ദര്യബോധം സത്യവിശ്വാസിയുടെ അടയാളമാണ്. ഇസ്ലാമിന്റെ സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു വെച്ച എല്ലാ വസ്തുക്കളിൽ നിന്നും കലയെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന കലയുടെ മാതൃകയും. സാഹിത്യമാകട്ടെ കലയാകട്ടെ അതിനൊരു ലക്ഷ്യവും ധർമ്മവുമുണ്ട്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഈ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനെത്തിയ സമസ്തയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഷെയ്ഖുന കുഞ്ഞാണി മുസ്ലിയാരെ ആദരപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മലയാള സാഹിത്യത്തെ ലോകവായനക്കാരുടെ ശ്രദ്ധയിലേക്ക് വെളിച്ചം വീശിയ ആടുജീവിതം എന്ന നോവലിലൂടെ മലയാളികളുടെ ഹൃദയം കവർന്നെടുത്ത പ്രിയ ബിന്യാമിൻ സാർ ഈ സദസ്സിന് മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നു എന്നത് ഞങ്ങൾക്ക് അലങ്കാരമാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിൽ നമുക്ക് വിശിഷ്ടങ്ങളായ അതിഥികളെ കൂടി ലഭിച്ചിരിക്കുകയാണ്. മഅന ضيوف كبار من بلاد الشقيقة الدكتور أحمد عبد الرحمن من جمهورية مصر العربية المستشار الثقافي للسفارة المصرية لدى الهند، والأستاذ عبد الله أكبيت من تركيا مندوب مجلة حراء العربية. فأنتهز هذه الفرصة الثمينة للترحيب بهما إلى هذه المنصة وإلى هذا المهرجان الكبير. ഈ വേദിയിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് തിരൂർ മണ്ഡലം MLA സി മമ്മൂട്ടി സാർ അവർകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആശംസകൾ അർപ്പിച്ച് നമ്മോട് സംസാരിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗ് സ്റ്റേറ്റ് കമ്മിറ്റി ട്രഷറർ KM അബ്ദുൽ ഗഫൂർ സാർ. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിൽ സാന്നിധ്യം കൊണ്ട് നമ്മെ അലങ്കരിക്കുന്നത് വഹുന്നരായ ഉസ്താദ് ഹംസക്കുട്ടി ബാക്കവി ആദർശേരി, ഉസ്താദ് സെയ്ദ് മുഹമ്മദ് നിസാമി, ഉസ്താദ് അബ്ദുൽ ഹക്കീം ഫൈലി ആദർശേരി, ഉസ്താദ് സഈദ് മുസ്ലിയാർ തിരുവനന്തപുരം, എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റു വേദിയിൽ സംഗമിച്ചിരിക്കുന്ന CICയുടെ നേതൃത്വം, മർക്കസ് കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയ ഉസ്താദുമാർ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കലയെ കലയായി കണ്ട് മത്സരബുദ്ധിയോടുകൂടി തന്നെ മത്സരത്തിൽ പങ്കെടുക്കാനും വിലയിരുത്താനും ഇവിടെ എത്തിയ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും. കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന്റെ അമരനായകത്വം വഹിച്ച പ്രസ്ഥാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന പി കുഞ്ഞാണി മുസ്ലിയാർ 8ാമത് സംസ്ഥാന വാഫി വഫിയ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുന്നു. സാദരം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, ഈ കലാപരിപാടിക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ആദർശേരി
ഹംസക്കുട്ടി ബഹുമാനപ്പെട്ട ഹക്കീം കൈസി സയ്യിദ് മുഹമ്മദ് നിസാമി, ബഹുമാനപ്പെട്ട റഹീം കൈസി, നമ്മുടെ അതിഥികളായ നമ്മുടെ സാഹിബ് MLA CP സൈദലി, KM അബ്ദുൽ ഗഫൂർ, മറ്റ് അളിയാഫുൽ അറബിയ, മറ്റ് വിദ്യാർത്ഥികളെ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. أما بعد فما توفيقي إلا بالله عليه توكلت وإليه أنيب ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, CIC വിദ്യാർത്ഥി യൂണിയന്റെ കീഴിൽ വാഫി സ്റ്റുഡൻസ് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കലാമത്സരത്തിൻ്റെ അല്ലെങ്കിൽ കലാവിരുന്നിൻ്റെ ഒരു മഹത്തായ പരിപാടിയിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഇതിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു പ്രവർത്തനമായി അള്ളാഹു ഇതിനെ അംഗീകരിക്കുമാറാവട്ടെ. ഇതിനു വേണ്ടി നേതൃത്വം നൽകുകയും ഇതിനെ നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ട് വെളിച്ചം കാണിക്കുകയും ചെയ്ത, പ്രകാശം പരത്താൻ വേണ്ടി ഈ ഉൾപ്രദേശങ്ങളിൽ കാടുകളും മുള്ളുകളും നിറഞ്ഞ ഈ പ്രദേശം വിജ്ഞാന കേന്ദ്രമാക്കാൻ വേണ്ടി, തിരിച്ചറിവിൻ്റെ ഒരു ഭവനമാക്കാൻ വേണ്ടി നിരവധി ശ്രമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച നിരവധി നേതാക്കൾ, നമ്മുടെ പൗരാണികന്മാർ, ഉസ്താദന്മാർ ഇന്ന് നമ്മോടൊപ്പമില്ല. ബഹുമാനപ്പെട്ട KK ഹസ്രത്ത് നവ്വറല്ലാഹു മർക്കദഹു തുടങ്ങി നിരവധി ആളുകൾ, കുഞ്ഞുട്ടി ഹാജി അടക്കം അടുത്ത് നമ്മോട് വിട്ടുപിരിഞ്ഞ നിരവധി പ്രവർത്തകർ ഇതിനു വേണ്ടി ആത്മാർത്ഥമായി ശ്രമം നടത്തുകയും ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി ഇതിൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്ത, ഗൾഫിലും നമ്മുടെ നാട്ടിലുമുണ്ടായിരുന്ന നിരവധി പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നും മറന്നു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അവരുടെ ദറജകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ലോകത്ത് ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അവരെയും അവരോട് ബന്ധപ്പെട്ടവരെയും നമ്മെയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട വാഫി വിദ്യാർത്ഥികളുടെ കീഴിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഈ കലാമത്സരം നമുക്ക് വരാൻ പോകുന്ന ദഅ്വാ പ്രവർത്തനത്തിന്റെ വലിയ ഒരു കാഴ്ചപ്പാടിലേക്കുള്ള നീക്കമാണ് എന്ന് നമുക്കറിയാം. മുൻഗാമികളായ പലരും നമ്മുടെ ഇടയിൽ ദീനീ പ്രവർത്തനം നടത്താൻ വേണ്ടി, ദീനീ ദഅ്വത്തിന് വേണ്ടി
വളരെയേറെ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച നിരവധി പണ്ഡിതന്മാർ ഇന്ന് നമ്മോടൊപ്പമില്ല. നമ്മുടെ പൗരാണികന്മാർ അവരുടെ കാൽപ്പാടുകൾ തുടർന്നുകൊണ്ട് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വളരെയേറെ പണ്ഡിതന്മാരുടെ ചരിത്രത്തിലേക്ക് കടന്നു നോക്കുമ്പോൾ അവരുടെയൊക്കെ ത്യാഗങ്ങൾ, അവരുടെയൊക്കെ വിഷമങ്ങൾ, അവർ ദീനി ദഅവത്തിന് വേണ്ടി സഹിച്ചതായിരിക്കുന്ന കഷ്ടപ്പാടുകൾ വളരെയേറെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഉസ്താദന്മാരിൽ തന്നെ ബഹുമാനപ്പെട്ട CK മൊയ്തീൻ ഹാജി അരിപ്പറ നബ്ബറല്ലാഹു മർക്കദഹു നമുക്കറിയാം. നിരവധി കേരളത്തിലുള്ള ഉസ്താദന്മാരുടെ പണ്ഡിതനായിരുന്നു ഉസ്താദായത്. ബഹുമാനപ്പെട്ടവർ ഒരു ദർസ് നടക്കുന്ന സ്ഥലത്തേക്ക്, കരുവാരകുണ്ടിലേക്ക് യാത്ര തിരിക്കാൻ വേണ്ടി, അവിടെ പോയി കുട്ടികൾക്ക് ദീനീ വിജ്ഞാനം പകരാൻ വേണ്ടി അരിപ്രയിൽ നിന്ന് സുബ്ഹി നമസ്കാരത്തിന്റെ മുമ്പ് എഴുന്നേറ്റ് പെരിന്തൽമണ്ണയിലേക്ക് 5-8 കിലോമീറ്റർ നടന്നു പോകുന്നു. പെരിന്തൽമണ്ണയിൽ എത്തിയതിന്റെ ശേഷം അവിടെ നിന്നും കരുവാരകുണ്ടിലേക്ക് ഊട്ടി ബസ്സിന് കയറണം. ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് 6-8 മൈൽ അരിപ്രയിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് നടക്കുന്നത്. പെരിന്തൽമണ്ണ എത്തിയപ്പോൾ ആ ബസ് നഷ്ടപ്പെട്ടിരിക്കും, പോയി കഴിഞ്ഞിരിക്കും. അവിടുന്ന് പിന്നീട് ഒറവംപുറ പോകുന്ന ഒരു ബസ്സിൽ കയറി. ആ ബസ്സിൽ കയറി അവിടെ എത്തുമ്പോഴേക്കും സമയം കുറെ കഴിഞ്ഞുപോയി. അവിടുന്ന് വഴി ഇറങ്ങി കടന്ന് പാണ്ടിക്കാട് പള്ളിയിലെത്തിയപ്പോഴേക്ക് സമയം രാത്രിയായി. അന്ന് അവിടെ കൂടി പള്ളിയിൽ കിടന്നുറങ്ങി. രാത്രി എഴുന്നേറ്റ് സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് അവിടുന്ന് കിഴക്കേ പാണ്ടിക്കാട്ടേക്ക് 4 കിലോമീറ്റർ നടന്ന് അവിടെ എത്തിയതിന്റെ ശേഷം ഊട്ടി ബസ്സിന് കയറി കരുവാരകുണ്ടിലെത്തി ദർസ് തുടരുകയാണ്. ഞാൻ ഈ പറയുന്നത് ഇവിടെ വാഫി കോളേജിന്റെ കലാമത്സരങ്ങൾ നടക്കുകയാണ്. ആ സദസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ പൗരാണികന്മാരായ ആളുകൾ അവരുടെ ദീനീ വിജ്ഞാനം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി അവർ ഇവിടെ സഹിച്ചതായിരിക്കുന്ന ത്യാഗങ്ങളും വിഷമങ്ങളും അതിന്റെ ചെറിയ ഒരു രൂപം നമ്മുടെ ഹൃദയത്തിൽ പിടിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ അന്ന് ഇങ്ങനെയുള്ള ബസ്സിന്റെ തിരക്കുകളൊന്നുമില്ല. എപ്പോഴെങ്കിലും മണിക്കൂറുകൾ കഴിയുമ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്ന് മേലാറ്റൂരിലേക്ക് ബസ് വരും. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കഴിയുമ്പോഴാണ് ബസ് വരുന്നത്. ആ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ, പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ 1-2 ബസ്സിന് കയറേണ്ട ആളുകൾ ആ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നത്. ആ ബസ് വന്നപ്പോ ജനങ്ങളൊക്കെ അതിൽ കയറി ഫില്ലായി. അവനവന്റെ വാരിയെല്ലുകളൊക്കെ കോർക്കുമാർ ആ ബസ്സിൽ നിറഞ്ഞു കഴിഞ്ഞു. ഞാനും അതിൽ കയറിപ്പറ്റി. ഏകദേശം നടുക്കൊരു സീറ്റ് കിട്ടി. എനിക്കിത്ര വയസ്സില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 10, 25, 30 വയസ്സിന്റെ അടിയിലായിരിക്കുന്നത്. പക്ഷേ ആ ബസ്സിൽ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് ജാമ്യയിലേക്ക് ക്ലാസ്സിന് പോകാൻ വേണ്ടി പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നു. ബസ് സ്റ്റാൻഡിൽ വന്നപ്പോ ഈ ബസ് നിറഞ്ഞു കഴിഞ്ഞിരിക്കും. ഞാൻ മനസ്സിലാക്കി, തീർച്ചയായും ഉസ്താദ് ബസ്സിൽ കയറുകയില്ല, അടുത്ത ബസ്സിനെ വരികയുള്ളൂ. കാരണം അത്രക്കും ബസ് ഫുള്ളായിരിക്കും. ബസ് പോകുന്നതിന്റെ മുമ്പ് ബാക്കിലേക്ക് നോക്കുമ്പോ ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിന്റെ തലയിൽ കെട്ട് ആ ബസ്സിക്ക് കയറുന്നതിന്റെ 2ാം പടിയിൽ നിൽക്കുന്നതായി കോട്ടുമല ഉസ്താദിനെ കാണാൻ കഴിയും. വേദന തോന്നി. സമുദായത്തിന് വേണ്ടി അവരുടെ വിജ്ഞാനം പകർന്നു കൊടുക്കാൻ എത്രമാത്രം വിഷമിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ആ ബസ്സിൽ കയറുന്നത്. അവിടുന്ന് എഴുന്നേറ്റ് ബാക്കിലുള്ള ഒരാളോട് ഇഷാറത്ത് ചെയ്ത് ആ ഉസ്താദിനെ എന്റെ സീറ്റിലേക്ക് വിളിച്ചു വരുത്തി. ജനങ്ങളുമായി വലിയ ഉസ്താദിയത്തില്ലെങ്കിലും നാമൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കേരളത്തിന്റെ അറിയപ്പെട്ട ബഹുമാനപ്പെട്ട
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രധാന പ്രവർത്തകനും പണ്ഡിതനുമായ ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടെ നിൽക്കുന്നത് കാണാൻ നമുക്ക് കഴിഞ്ഞില്ല. അവിടെ നിന്ന് എഴുന്നേറ്റ് മുന്നിലെ സീറ്റിലേക്ക് വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വരാൻ പ്രയാസമുണ്ട്. ആരൊക്കെ ജനങ്ങൾ ഒഴിഞ്ഞു കൊടുത്ത് ഞാൻ ഇരിക്കുന്ന സീറ്റിലേക്ക് വന്ന് അവിടെ ഇരുന്നു. ഞാൻ പറയുന്നത് 1 മണിക്കൂർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ അവിടേക്ക് സുഖമായി ബസ്സിൽ കയറി പോവാനുള്ള വണ്ടി ഇവിടെ വരും. അത് കാത്തു നിൽക്കാതെ ഈ വാരിയല്ലുകൾ കോർക്കുന്നതായിരിക്കുന്ന വണ്ടിയിൽ കയറി ജാമയിലേക്ക് പോകുന്നത് അവിടെയുള്ള 10, 200, 300, 400 കുട്ടികൾ വരുന്നവരുടെ ആ ക്ലാസുകൾ ഒരു ക്ലാസ് നഷ്ടപ്പെടാൻ പാടില്ല. എന്റെ കാരണമായി ആ ക്ലാസ് ഒരിക്കലും അവർക്ക് നഷ്ടപ്പെട്ടുകൂടാ എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് ആ ബസ്സിൽ. ഇങ്ങനെ നിരവധി ത്യാഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച ഉസ്താദന്മാരുടെ കാൽപ്പാടുകളാണ് നമുക്ക് തുടരാനുള്ളത്. നിരവധി ദഅവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിൽക്കേണ്ടതായിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ, വാഫികൾ, ഹുദവികൾ, ഫൈസികൾ, അവർക്കൊക്കെ മുന്നിൽ നടക്കാൻ പ്രകാശം കാണിക്കുന്ന നമ്മുടെ ഉസ്താദന്മാർ, ദഅവാ പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നിരവധി വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് നാം തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശത്രു വലയത്തിലാണ് നാം ജീവിക്കുന്നത്. ഇസ്ലാമിന്റെ ശത്രുക്കളാണ് നമ്മളെ വലയം ചെയ്യുന്നത്. ഇവിടെ നോക്കിയാലും ശരി ഇസ്ലാമിന്റെ ശത്രുക്കളെ നമുക്ക് ദർശിക്കാൻ കഴിയും. ഏത് ഭാഗത്തിലൂടെ നോക്കിയാലും ശരി ഇവിടെ സിയാണിസ്റ്റുകളിൽ നിന്ന്, അതേ നിലക്ക് നിരീശ്വരവാദികളിൽ നിന്ന്, യുക്തിവാദികളിൽ നിന്ന്, സാഹിത്യ പരിഷത്തിൽ നിന്ന് ഒക്കെ ഇസ്ലാമിന്റെ ശത്രുത നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇസ്ലാമിനെ വികലമാക്കാനും വികൃതമാക്കാനും സാധിക്കുമെങ്കിൽ അതിന്റെ എല്ലാ വഴികളും ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടി കോടാനക്കോടികളോ അവരിന്ന് ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള എഴുത്തുകാരികളെ സൽമാൻ റുഷ്ദിനെ പോലെയുള്ള അല്ലെങ്കിൽ തസ്ലീമ നസ്രിയെ പോലെയുള്ളതായിരിക്കുന്ന ആളുകളെ വില കൊടുത്ത് വാങ്ങി അവർക്ക് പുല്ലും വളവും കൊടുത്തുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് കോടികൾ ചെലവ് ചെയ്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ മഹത്തായ സന്ദേശം, ഇസ്ലാമിന്റെ മഹത്തായിരിക്കുന്ന വിശ്വാസങ്ങൾ, ആദർശങ്ങൾ നശിപ്പിക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അതിനൊക്കെ തരണം ചെയ്യാൻ അതേ നാണയത്തിലൂടെ, എഴുത്തിലൂടെ, പ്രസംഗത്തിലൂടെ, കലയിലൂടെ അതിനൊക്കെ തരണം ചെയ്യണമെങ്കിൽ അതിനുള്ള കഴിവ് നാം ആർജിക്കണം. അത് നമുക്ക് ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഇസ്ലാമികമായ സന്ദേശം ജനത്തിന്റെ മുന്നിൽ എത്തിക്കാൻ ആവശ്യമായിരിക്കുന്ന വഴികൾ ആരായുകയും പ്രായോഗികമായ കാലോചിതമായ കാലികമായിരിക്കുന്ന വഴികളിലൂടെ ജനമനസ്സുകളിലേക്ക് ഇസ്ലാമിനെ എത്തിക്കാൻ നമുക്ക് കഴിയണം. ആ ബാധ്യത വരാൻ പോകുന്ന തലമുറയുടെ മുന്നിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് ഓരോ ദിവസങ്ങളും പത്രമാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ, ചാനലുകൾ പരിശോധിക്കുമ്പോൾ, മറ്റുള്ള വഴികൾ പരിശോധിക്കുമ്പോഴൊക്കെ നമ്മെ ലജ്ജിപ്പിക്കുന്ന അല്ലെങ്കിൽ നാണിപ്പിക്കുന്ന 100 സംഭവങ്ങളാണ് മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വൃത്തികേടുകളുടെയും മുന്നിൽ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ, മുസ്ലിം ചെറുപ്പക്കാരാണ്. ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടാൻ അറിവില്ലാത്തത് കൊണ്ടല്ല. 10, 15, 20 വർഷം കലാലയങ്ങളിൽ കൂടി പഠിച്ച് പുറത്തു വരുമ്പോൾ അവരുടെ ജീവിതം സമൂഹത്തിന് നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ, സമൂഹത്തിന് തന്നെ ശല്യമാകുന്ന രൂപത്തിൽ ഇവിടെ കൊള്ള നടക്കുന്നത്, കൊല നടക്കുന്നത്, വെട്ടിപ്പ് നടക്കുന്നത്, എല്ലാ നിലക്കുള്ള തട്ടിപ്പുകളും നടത്തുന്നതിലൊക്കെ മുസ്ലിംകൾക്കാണ് ഭൂരിപക്ഷമുള്ളത്, 75%. അതിലൊക്കെ അറിവുള്ള ആളുകളുണ്ട്, ബിരുദമുള്ള ആളുകളുണ്ട്, ബിരുദാനന്തര ബിരുദമുള്ള ആളുകളുണ്ട്. എന്തുകൊണ്ട് അവരുടെ ഈ 15, 20 വർഷത്തെ കലാലയ ജീവിതം തെറ്റിൽ വഴിയെന്നും അവരെ അടർത്തിയെടുക്കാൻ
അവരെ സഹായിച്ചില്ല, അതിന് പ്രചോദനം നൽകിയില്ല എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അവരുടെ അറിവ്, അവരുടെ വിജ്ഞാനം അത് തിരിച്ചറിവായില്ല. നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയാനുള്ളതായിരിക്കുന്ന അറിവ് ഈ 15 വർഷം കൊണ്ടോ 20 വർഷം കൊണ്ടോ അവർക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞില്ല, നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. മാനുഷിക മൂല്യങ്ങൾ, മാനുഷിക സ്വഭാവങ്ങൾ, മനുഷ്യ സംസ്കാരങ്ങൾ അവരിൽ ഉണ്ടാക്കാൻ ഈ 20 വർഷത്തെ വിദ്യാഭ്യാസം കൊണ്ട് അവർക്ക് നേടാൻ കഴിഞ്ഞില്ല. ഇത് നമുക്കൊരു സത്യമാണ്. ഇതാണ് നമുക്കിവിടെ ആവശ്യം. ബഹുമാനപ്പെട്ട ഖുത്ബീൻ അവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് പ്രഖ്യാപിച്ചു, ഇവിടെ വിജ്ഞാനം ഖദ് കസറത്തുൽ ഉലൂമു ഫീ ഹാദാ സമാൻ വലാകിൻ അഖലത്തു ലുബ്ബഹാ വ മുഖഹാ. ഇന്ന് വിജ്ഞാനം കൂടിയിരിക്കുന്നു, ധാരാളം അറിവുകളുണ്ട്. പക്ഷേ അറിവിന്റെ സത്ത, അതിന്റെ ഫലം, അതിന്റെ കാതൽ ചതപ്പിടിച്ചു പോയിരിക്കുന്നു എന്ന് കേരളത്തിന്റെ അഭിവന്യ പണ്ഡിതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഖുത്ബീൻ അവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഇത് നമുക്ക് വലിയൊരു പഠന, നമുക്ക് വിദ്യാഭ്യാസം വേണം. ആ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് തിരിച്ചറിവ, അറിവല്ല. അറിവ് കൊണ്ട് മാത്രം ലോ കോളേജിൽ പഠിക്കുന്ന, കേരളത്തിലെ ലോ കോളേജിൽ പഠിക്കുന്ന 20ന്റെയും 25ന്റെയും ഇടയിൽ പ്രായമുള്ളതായിരിക്കുന്ന വിദ്യാർത്ഥിനികള് പരസ്യമായ നിലക്ക് എറണാകുളം ടൗണിൽ കൂടി ശരീരത്തിലൊരു നൂല് ബന്ധവും ഇല്ലാതെ ഓടുമ്പോൾ അവിടെയുള്ള സാധാരണക്കാരായ ആളുകൾ മൂക്കത്ത് കൈവെക്കുകയായിരുന്നു. 10, 15, 20 കൊല്ലം കലാലയങ്ങൾ കൂടി നടന്ന് അവർക്ക് നേടാൻ കഴിഞ്ഞ വിദ്യാഭ്യാസം, ഹയാ, ലജ്ജ എന്ന് പറയുന്ന ആ മഹത്തായ സ്വഭാവം അവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്തുപോയി പരസ്യമായിട്ട് എറണാകുളം ടൗണിൽ കൂടി ശരീരത്തിന് നൂൽ ബന്ധവും കൂടിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ സാധാരണക്കാരായ ആളുകൾ പകച്ചു നിൽക്കുകയായി. അതുകൊണ്ട് കാലികമായിരിക്കുന്ന നിലക്ക് നാം ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങൾ, ദഅവാ പ്രവർത്തനത്തിന് ആവശ്യമായിരിക്കുന്ന ഒരുക്ക് സാധനങ്ങളോടുകൂടെ സമുദായത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതായിരിക്കുന്ന നാം ആദ്യമായി നമ്മെ സംസ്കരിക്കാൻ കഴിയണം. ജീവിത മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അല്ലാഹുവിനെ കുറിച്ചുള്ളതായ ദൃഢമായ വിശ്വാസം, അചഞ്ചലമായിരിക്കുന്ന വിശ്വാസം നാം ഉൾക്കൊള്ളുകയും നമ്മുടെ സമൂഹത്തിന് പകരാൻ നമുക്ക് കഴിയണം. ഈ കാണുന്ന ഈ ഡിപ്പാർട്ട്മെന്റ് എന്നുകൊണ്ട് ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ, നന്മയുണ്ടാക്കാൻ സാധ്യമല്ല. ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടോ IG ഓഫീസ് കൊണ്ടോ അല്ലെങ്കിൽ കോടതിയെ കൊണ്ടോ ഇവിടെ നന്മയുണ്ടാക്കാൻ കഴിയില്ല. ഓരോ ദിവസവും പത്രങ്ങളിൽ തിന്മ കൂടി വരികയാണ്. എന്തുകൊണ്ട് ഇത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്ന് നാം പരിശോധിക്കുമ്പോൾ അതിനുള്ള കാരണം സർവശക്തനായിരിക്കുന്ന നാഥനിലുള്ള വിശ്വാസം മനുഷ്യന് നഷ്ടപ്പെട്ടു. അതാണ് നമുക്ക് ആവശ്യം. ഞാൻ അള്ളാഹുവിന്റെ ഉടമയാണെന്നും ഞാൻ അള്ളാഹുവിന്റെ അടിമയാണെന്നും അള്ളാഹു എന്റെ ഉടമയാണെന്നും ഞാൻ ചെയ്യുന്നതായി ചെറുതും വലുതുമായ സാരവും നിസ്സാരവുമായ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് ഞാൻ ഉത്തരം പറയേണ്ടി വരുമെന്നുള്ളതായ ആ ബോധം, ഈ ബോധം നമ്മിൽ ഉണ്ടാവുകയും ആ ബോധം മറ്റുള്ള ആളുകൾക്ക് ദഅവാ പ്രവർത്തനം മുഖേന നാം എത്തിച്ചു കൊടുക്കുകയും വേണം. അങ്ങനെ വന്നാൽ ഈ അന്തരീക്ഷം ശുദ്ധിയാകും. ഈ അന്തരീക്ഷത്തിൽ അടന്നുകൂടിയതായ മലിനങ്ങളെ നമുക്ക് സംസ്കരിക്കാൻ കഴിയും. മനുഷ്യലോകത്തിന്റെ കാതലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു, നിങ്ങൾക്കൊരു കാലം വരാൻ പോകുന്നു. ആ സമയത്ത് സൻആയിൽ നിന്ന് ഹളറമൗത്ത് വരെ ഒരു യുവതിയായിരിക്കുന്ന സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക് രാത്രിയും പകലുമില്ലാതെ സഞ്ചരിക്കാൻ കഴിയും.
ലാ തഖാഫു ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും അവൾക്ക് ഭയക്കാനുണ്ടാവുകയില്ല. അങ്ങനെയുള്ളൊരു ശുദ്ധമായ അന്തരീക്ഷം, ആ അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ കോടതികൾക്കോ ഓഫീസിനോ കഴിയില്ല. അത് അല്ലാഹുവിനെ കുറിച്ചുള്ള ദൃഢമായ വിശ്വാസം, ആ വിശ്വാസം കൊണ്ട് മാത്രമേ കഴിയൂ. ആ വിശ്വാസം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടുള്ള യഥാർത്ഥമായിരിക്കുന്ന ദഅവാ പ്രവർത്തനം, ആ ദഅവാ പ്രവർത്തനത്തിനുള്ള കാലികമായിരിക്കുന്ന വഴികൾ ആരായുകയും ആ ദഅവാ പ്രവർത്തനത്തിലേക്ക് ആത്മാർത്ഥമായി ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയുകയും ചെയ്യണം. നാം പറയുന്നത് അല്ലാഹുവിന് വേണ്ടിയാവണം, നാം പ്രവർത്തിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാവണം. ഭൗതിക നേട്ടങ്ങൾ അതിലുണ്ടാവാൻ പാടില്ല. സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾക്ക് വേണ്ടിയാവരുത്. അല്ലാഹുവിന് വേണ്ടി പറയുകയും അല്ലാഹുവിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു സമയം നമുക്കുണ്ടാവണം. പരിശുദ്ധ ഖുർആൻ അതാണ് നമ്മെ സൂചിപ്പിച്ചത്. വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹാ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. നിങ്ങളിൽ നിന്ന് സ്വയം നന്നാവുകയും സ്വയം സംസ്കരിക്കുകയും മറ്റുള്ളവരിലെ അല്ലാഹുവിന്റെ സന്ദേശം എത്തിക്കുകയും ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഉത്തമൻ ആരാകുന്നു? أهل الوفاء أهل الوفاء أهل الوفاء طحوات البصار أهل الوفاء أهل الوفاء طحوات البصار نحن الوفاء أهل الوفاء أهل الوفاء طحوات البصار أهل الوفاء أهل الوفاء أهل الوفاء طهبات الصفاء അറിവിൻ മധുവാമി പൂവനി അലയുന്നൊരു ശലഭങ്ങൾ നടത്താനും അതിന് കഴിവുറ്റ പ്രവർത്തനങ്ങൾ, കഴിവുറ്റ വഴികൾ, അതിലുള്ള പ്രതിഭകൾ വാർത്തെടുക്കാനും നമ്മുടെ ഈ പ്രവർത്തനം കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ നാമത്തിൽ ഇതിന് തുടക്കം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. CICയുടെ ബഹുമാനനായ അസിസ്റ്റന്റ് ഡയറക്ടർ ഉസ്താദ് കെ റഹ്മാൻ ഫൈസി സദസ്സുമായി സംവദിക്കുന്നു. സാദരൻ പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أفضل المخلوقين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. صدق الله مولانا العظيم. വേദിയിലിരിക്കുന്ന
മഹാന്മാരായ നേതാക്കളെ, സദസ്സിൽ ഒത്തുകൂടിയ വിദ്യാർത്ഥികളെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒത്തുകൂടൽ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ ചെലവഴിക്കുന്ന നിമിഷങ്ങളൊക്കെ നാളെ പരലോകത്ത് കൂലി നൽകപ്പെടുന്ന നിമിഷങ്ങളായി അല്ലാഹു നമുക്ക് വേണ്ടി രേഖപ്പെടുത്തി തരുമാറാവട്ടെ. നാം എല്ലാവരെയും, നമ്മുടെ ഭാര്യ, സന്താനങ്ങൾ, നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ നേതാക്കളായ പണ്ഡിതന്മാർ, നമ്മുടെ സാദാത്യങ്ങൾ, നമ്മുടെ ഇൽമു പഠിക്കുന്ന കാലത്ത് നമ്മെ സഹായിച്ച സഹോദരിമാർ തുടങ്ങി എല്ലാ ഇഷ്ടക്കാരെയും, നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരെയും നാളെ മുത്തുനബിയുടെ കൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. നാമൊക്കെ പ്രതീക്ഷിക്കുന്ന ബെന്യാമിൻ സാറിന്റെ പ്രഭാഷണം ഇവിടെ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊന്നും പറയുന്നില്ല. കേരളത്തിലെമ്പാടുമുള്ള ജനങ്ങൾ ഇന്ന് വളാഞ്ചേരി മർക്കസിൽ നടക്കുന്ന വാഫി ഫെസ്റ്റ് ശ്രദ്ധിക്കുകയാണ്. അവരിങ്ങനെ ഒരു ശ്രദ്ധ ഇങ്ങോട്ട് തിരിക്കാനുള്ള കാരണം ബഹുമാനപ്പെട്ട കുഞ്ഞാണി ഉസ്താദ് ഇവിടെ പറഞ്ഞതുപോലെ ലോകം അധർമ്മത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. അറിവുള്ളവനെന്നോ അറിവില്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും അധർമ്മത്തിനും അസാൻമാർഗികതയ്ക്കും പിന്തുണ നൽകുകയും മാധ്യമങ്ങളും മീഡിയകളുമൊക്കെ അതിനൊപ്പിച്ച് നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ധർമ്മം ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി പടച്ചട്ടയണഞ്ഞ ഒരു പണ്ഡിത വ്യൂഹം, മതത്തെക്കുറിച്ചും ഭൗതിക കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ആധികാരികമായി പറയാൻ കഴിവുള്ള ഒരു പണ്ഡിത വ്യൂഹം ധർമ്മ വിപ്ലവത്തിന് വേണ്ടി ഇറങ്ങി വരട്ടെ എന്നാഗ്രഹിക്കുന്നവരാണ് ഇങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സഹോദര സഹോദരിമാരെ സംതൃപ്തരാക്കുന്നതിന് വേണ്ടിയും അവരുടെയൊക്കെ അധ്വാനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലം ആസ്വദിക്കാൻ കഴിയുന്നതിന് വേണ്ടിയും ഞാൻ എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയുന്നത്, നിങ്ങൾ ധർമ്മത്തിന്റെ വാഹകരാവണം. നിങ്ങൾ സത്യത്തിന്റെ വാഹകരാകണം. നിങ്ങൾ യഥാർത്ഥ വിജ്ഞാനത്തിന്റെ വാഹകരാകണം. പോരാ, ഈ രാജ്യത്തെ അധർമ്മത്തിനെതിരെ നിങ്ങളെടുക്കേണ്ട പടവാൾ അത് കത്തിയല്ല, അത് പീരങ്കിയല്ല, അത് മറ്റായുധങ്ങളല്ല. നിങ്ങൾക്ക് പേനയെടുക്കാൻ കഴിയണം. നിങ്ങൾക്ക് നിങ്ങളുടെ നാക്കെടുത്ത് വായ് തുറന്നുകൊണ്ട് നാക്കുകൊണ്ട് നന്നായി പടവെട്ടാൻ കഴിയണം. നിങ്ങൾക്ക് ചെറുകഥ എഴുതാൻ കഴിയണം. നിങ്ങൾക്ക് നോവൽ എഴുതാൻ കഴിയണം. നിങ്ങൾക്ക് പ്രഭാഷണ രംഗത്ത് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയണം. നിങ്ങൾ ഇവിടുത്തെ ഉന്നതരായ സാഹിത്യകാരന്മാരാകണം. എല്ലാ രംഗത്തും നിങ്ങൾക്ക് വളരാൻ കഴിയണം. ഇതിനൊക്കെ ധർമ്മവിപ്ലവത്തിലൂടെ മതവും ഭൗതികവും സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നേറാൻ നിങ്ങൾക്ക് കഴിയണം. അതിനാണ് ഈ ഫെസ്റ്റ്. അതിനുവേണ്ടിയാണിത്. ഞാൻ വലിയവനാണെന്ന് നടിക്കാനല്ല, നിങ്ങൾ വലിയവരായി തീരാൻ വേണ്ടിയാണ് ഇത് എന്ന് ഈ സന്ദർഭം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. വലിയവരാണെന്ന് നടിക്കാനല്ല, നിങ്ങൾ വലിയവരായി തീരാൻ. അതിനാണ് മഹാന്മാരായ നേതാക്കളൊക്കെ ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആകയാൽ ഞാൻ പറയുന്നില്ല, നിങ്ങളോടും ഇവിടെ ഇരിക്കുന്ന നേതാക്കളോടും അങ്ങകലെ ഇത് ശ്രദ്ധിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, ولا تعاونوا على الإثم والعدوان. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നന്മയായി ധർമ്മമായി നിലകൊള്ളുന്ന കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇതിനുവേണ്ടി നിങ്ങൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നേറണം. അധർമ്മത്തിന് വേണ്ടി, അസത്യത്തിന് വേണ്ടി, തത്വവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും തന്നെ സഹകരിച്ചുകൂടാ. ഇതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം. അതിനുവേണ്ടി നാം തയ്യാറാകുക. എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ഭാവങ്ങളും മറന്നുകൊണ്ട് ഈ മഹത്തായ സംഗമത്തിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിന് റാഹിമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ 1000 സ്തുതികൾ സ്തോത്രം ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹ് 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 സുമ്മ അൽഹംദുലില്ലാഹ് എന്ന് ഉരുവിട്ടുകൊണ്ട് ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വായനാലോകത്തിന്റെ മനസ്സ് കീഴടക്കിയ ആടുജീവിതം എന്ന പ്രശസ്ത നോവലിലൂടെ അക്ഷര കൈരളിയുടെ അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങിയ പ്രശസ്ത സാഹിത്യകാരൻ ബഹുമാന്യനായ ബെന്യാമിൻ വാഫി വഫിയ കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യഭാഷണം നിർവഹിക്കുന്നു. സാദരം സബനയം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു.
വേദിയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അടുത്ത 3 ദിവസം നീണ്ടു നിൽക്കുന്ന മഹത്തായ ഒരു കലാമാമാക്കത്തിന്റെ ഉദ്ഘാടന വേദിയിൽ വരാനും നിങ്ങളോടൊപ്പം അല്പനേരം സംസാരിക്കാനും അവസരമൊരുക്കിയതിലുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. കലാ ഉത്സവത്തിനൊപ്പം തന്നെ ബഹുസ്വരതയും ലോകസമാധാനവും എന്ന വിഷയത്തെ മുൻനിർത്തി നടത്തുന്ന ഒരു നിരവധി ചർച്ചകളും സെമിനാറുകളും ഇതിനോട് അനുബന്ധമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. വളരെ കെട്ടുപോയ ഒരു കാലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ബഹുസ്വരതയെക്കുറിച്ച്, ലോകസമാധാനത്തെക്കുറിച്ച് സംസാരിക്കാനാവുക, അതിന്റെ പതാക വാഹകരാവാൻ കഴിയുക എന്നുള്ള ഒരു ചോദ്യമായിരിക്കും ഒരുപക്ഷെ ഇത്തരുണത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. 5-6 മാസം മുമ്പ് നമ്മുടെ തൊട്ട് അയൽരാജ്യമായ പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. വളരെ അപൂർവം എഴുത്തുകാർക്കാണ് പാകിസ്ഥാനിലേക്ക് പോകാനും അവിടെ ജനങ്ങളുമായിട്ട് സംവദിക്കാനും ഒക്കെ ഉള്ള അവസരമുണ്ടാവുന്നത്. അവിടുത്തെ സാധാരണക്കാരായ ചില മനുഷ്യരോട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇന്ത്യ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു അവസരമാണ് എന്നാണ്. ഇന്ത്യയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞങ്ങളൊരു നഷ്ടപ്പെട്ടു പോയ ദുഃഖമായി കരുതുന്നു, നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്നാണ്. സത്യത്തിൽ ആ ഭാഗ്യത്തിന്റെ അവസരം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുവോ, പീഡിതമായ അവസ്ഥ നമ്മളുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുവോ എന്നുള്ള ഒരു ചോദ്യം നമ്മളെ ഓരോരുത്തരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എന്ന് പറയാതിരുന്നുകൂടാ. നമ്മൾ എങ്ങനെ ജീവിക്കണം, എന്ത് കഴിക്കണം, എന്ത് നമ്മൾ സംസാരിക്കണം, എന്ത് വായിക്കണം എന്നൊക്കെ തരത്തിൽ നമ്മുടെ മൊത്തം ജീവിതത്തിന്മേൽ കടിഞ്ഞാണിടുന്ന തരത്തിലുള്ള ചില കയ്യേറ്റങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ 80കളിൽ നാം അങ്ങനെ ഒരു കടന്നുവരവിനെക്കുറിച്ച്, ഭീതിതമായ ഒരു കടന്നുവരവിനെക്കുറിച്ച് നമ്മൾ ഭയന്നിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞു, ഇല്ല, അത് വളരെ വിദൂരതയിലാണ്, അത് ഇവിടെയെങ്ങും വരില്ല. പിന്നെ 90കളിൽ 92ൽ സുപ്രധാനമായ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ വെച്ച് നമ്മൾ വീണ്ടും ആ ഭീതി നമ്മളെ ബാധിച്ചു. അപ്പോഴും നമ്മൾ പറഞ്ഞു, ഇല്ല, അതിനി കടന്നു വരില്ല, നമ്മൾ സാംസ്കാരികമായി വൈവിധ്യമുള്ള ജനതയാണ്, നമുക്കിടയിലേക്ക് അത് കടന്നു വരില്ല എന്ന്. 2000ലും നമ്മൾ അത് തന്നെ ആവർത്തിച്ചു. 2015 എത്തി നിൽക്കുമ്പോൾ ഇനിയും അത് കടന്നു വന്നിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിച്ച് മൂഢരായി ഇരിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് ഭീതിപൂർവം പങ്കുവെക്കുവാനുള്ള ഒരു കാര്യം. ആഫ്രിക്കൻ എഴുത്തുകാരനായിരുന്ന അലക്സാണ്ടർ കോനൻകോണിന്റെ അനായാസമായ കണ്ണുനീർ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ആഫ്രിക്കൻ രാജ്യത്തേക്ക് പീഡിതമായ രോഗം എയ്ഡ്സ് കടന്നു വരുന്നതിനെ കുറിച്ചുള്ള ഒരു കഥയാണത്. ആ കഥയിൽ ഒരു ഗ്രാമത്തിൽ ആദ്യമായി ഉണ്ടാവുന്ന ഒരു എയ്ഡ്സ് രോഗിയെക്കുറിച്ചാണ് ആ കഥ പറയുന്നത്. ആ ഗ്രാമവാസികളൊക്കെയും അതുവരെ വിചാരിച്ചിരുന്നത് തന്റെ ഗ്രാമത്തിലേക്ക് അതൊരിക്കലും കടന്നു വരില്ല എന്നാണ്. ആഫ്രിക്കയിൽ വിദൂരമായ ദേശങ്ങളിലൊക്കെ എയ്ഡ്സ് ഉണ്ട് എന്നവർ കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള വാർത്തകൾ അവർ പത്രമാധ്യമത്തിലൂടെ കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവര് ഇതിനെക്കുറിച്ചുള്ള ഒരു സാമീപ്യം ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. അതിനുശേഷം കുറെ കാലം കഴിഞ്ഞപ്പോൾ കുറെ കൂടി അടുത്തുള്ള ഗ്രാമങ്ങളിൽ എയ്ഡ്സ് രോഗികളെ കുറിച്ചുള്ള വാർത്തകൾ അവർ കേട്ടു തുടങ്ങി. അപ്പോഴും അവർ വിചാരിച്ചു, അതും തൊട്ടടുത്ത ഗ്രാമങ്ങളിലാണ്, ഇത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല, നമ്മുടെ ഗ്രാമത്തിലേക്ക് ഒരിക്കലും ഇത് കടന്നു വരില്ല എന്ന്. അങ്ങനെയാണ് ഒരാൾക്ക് തങ്ങളുടെ സ്വന്തം ഗ്രാമത്തിൽ ഒരാൾ എയ്ഡ്സ് രോഗിയായി തീർന്നു എന്നുള്ള ഭയങ്കര ഭീതിതമായ ഒരു വാർത്ത കേൾക്കുന്നത്. ആ പേര് ഉച്ചരിക്കുന്നതിന് പോലും അവർക്ക് ഭയമാണ്. അത് വിചിത്രജീവി, ജന്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് ആ രോഗത്തെ വിശേഷിപ്പിക്കുന്നത് തന്നെ. ആ പേര് പറയാൻ കൂടി ഭീതിതമായ ഒരു അവസ്ഥയാണ് അലക്സാണ്ടർ കോനൻകോൺ ഈ അനായാസമായ കണ്ണുനീരെന്ന് പറയുന്ന കഥയിൽ വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. ഇതേ അവസ്ഥയാണ് ഒരു പക്ഷേ നമ്മൾ പേര് പറയാൻ മടിക്കുന്ന, കുറെ കൂടി തെളിച്ചു പറയേണ്ട ഫാസിസം ഇന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ഓർക്കുന്നത്,
നമ്മൾ വിചാരിച്ചു അതങ്ങ് ഉത്തരേന്ത്യയിൽ നടക്കുന്ന കാര്യമാണ്, അന്യദേശങ്ങളിൽ നടക്കുന്ന കാര്യമാണ്, നമുക്കിടയിലേക്ക് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ നടന്നു വരില്ല എന്ന് വിചാരിച്ചയിടത്തു നിന്നാണ് നമ്മൾക്കിടയിലേക്ക് വളരെ അനായാസമായി അത് നമ്മളുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സുപ്രധാനമായ ഒരു ചരിത്ര ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കലാമേളയിൽ പങ്കെടുക്കുന്നത് എന്ന് എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഓർക്കേണ്ടതുണ്ട്. കെ.പി. അപ്പന്റെ ആത്മകഥയായ തനിച്ചിരിക്കുമ്പോൾ ഓർക്കുന്നത് എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ രസകരമായ ഒരു കഥാസന്ദർഭം പറയുന്നുണ്ട്. അദ്ദേഹം കൊല്ലത്ത് തെരുവിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ പിച്ചാത്തികൾ വിൽക്കുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. തെരുവിന്റെ സൈഡിൽ നിന്ന് പിച്ചാത്തികൾ വിൽക്കുന്ന ഒരു മനുഷ്യൻ. തൊട്ടടുത്തായി കുറച്ച് പുസ്തകങ്ങൾ വിൽക്കുന്ന ഒരു മനുഷ്യനുമുണ്ട്. അദ്ദേഹം സായാഹ്ന സവാരിക്ക് വേണ്ടി ഇറങ്ങിയതാണ്. വൈകുന്നേരത്ത് കുറേ ദൂരം നടന്ന് തിരിച്ചു വരുമ്പോൾ ഈ പുസ്തകങ്ങളൊന്നും വിറ്റു തീർന്നിട്ടില്ല. പക്ഷേ ആ പിച്ചാത്തികൾ മുഴുവൻ വിറ്റു തീർന്നിരിക്കുന്നു. അദ്ദേഹം ആ പുസ്തകത്തിൽ ഓർമ്മിക്കുന്നുണ്ട്, ഇത് നമ്മളുടെ സാംസ്കാരിക ചരിത്രത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം അതിന്റെ ഒരു സൂചകമാണ്. നമ്മൾക്കിടയിൽ ധാരാളം തരത്തിലുള്ള പിച്ചാത്തികൾ വിറ്റുപോവുകയും പുസ്തകങ്ങളൊന്നും തന്നെ വിറ്റുപോകാതിരിക്കുകയും നൽകുന്ന ഒരു ഘട്ടത്തിൽ വെച്ച് നാം ഈ അപകടത്തെ തിരിച്ചറിയണമെന്ന്. ആ പിച്ചാത്തികൾ എന്ന് പറയുന്നത് വെറും പിച്ചാത്തികളല്ല, നമ്മുടെ ഇടയിലേക്ക് പല വിധത്തിൽ കടന്നു വരുന്ന ജാതിയുടേതായ മതത്തിൻ്റെതായ നമ്മുടെ ഇടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്നത് അനേകം പിച്ചാത്തികൾ നമുക്കിടയിലേക്ക് നാം പോലും അറിയാതെ കടത്തിവിടുന്നവരെയാണ് ഒരുപക്ഷേ കെ.പി. അപ്പൻ അതിലൂടെ ഓർക്കുന്നത്. ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ചെറുപ്പക്കാർ മുന്നിലേക്ക് വരുന്നു? നമ്മൾ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, എല്ലാത്തരം സംഘർഷങ്ങളുടെയും വിഭാഗീയ പ്രവർത്തനങ്ങളുടെയും മുന്നിൽ നിൽക്കുന്നതും വളരെ ചെറുപ്രായത്തിലുള്ള ചെറുപ്പക്കാരാണ് എന്ന് കാണാൻ കഴിയും. ഒരുപക്ഷെ പുതിയ തലമുറയെ നോക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അവർ നല്ല വായനയുള്ളവരാണ്, പുസ്തകങ്ങളുമായി അടുത്ത് പരിശീലിക്കുന്നവരാണ്. പിന്നിട്ടും അവർക്ക് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ആർജവമുണ്ടാവുന്നില്ല, പൊതുബോധമുണ്ടാവുന്നില്ല, മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിൽ നിൽക്കുമ്പോഴാണ് ഒരുപക്ഷെ നാം മറ്റൊരു ഉത്തരത്തിലെത്തുന്നത്. നമ്മൾ പലപ്പോഴും പൊതു ഇടങ്ങളിൽ എത്തപ്പെടുന്നതിൽ മടിക്കപ്പെടുന്നു എന്നുള്ള ഒരു വലിയ കാര്യം. മുൻകാലങ്ങളിൽ ഞങ്ങളുടെയൊക്കെ തലമുറയിൽ പൊതുവിടങ്ങളുടെ വലിയ സാഹചര്യങ്ങളില്ലായിരുന്നു. വായനശാലകൾ എന്ന് പറയുന്ന വലിയൊരു പൊതുവിടം നമുക്കുണ്ടായിരുന്നു. ഉത്സവപ്പറമ്പുകൾ എന്ന് പറയുന്ന വലിയ പൊതുവിടങ്ങൾ നമുക്കുണ്ടായിരുന്നു. കളിമൈതാനങ്ങൾ എന്ന് പറയുന്ന പൊതുവിടങ്ങൾ നമുക്കുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഞാനും നീയുമില്ലാതെ നമ്മളായി ചേർന്ന് നിന്ന് അന്യന്റെ വാക്കുകൾ കേൾക്കാനും അന്യന്റെ വാക്കുകൾ മധുരസംഗീതമായി കേൾക്കുന്ന ഒരു കാലത്തെക്കുറിച്ചൊക്കെ സ്വപ്നം കണ്ട ഒരു കാലം നമുക്കുണ്ട്. പക്ഷേ ആ കാലമൊക്കെ പോയിട്ട് അന്യന്റെ ഒരു വാക്ക് പോലും ശ്രവിക്കാനാവാത്ത വിധത്തിൽ നാം നമ്മളുടേതായ ഇടങ്ങളിലേക്ക് പതിയെ പതിയെ കൂമ്പിയടയുന്ന ഒരു കാലത്തിൽ വെച്ചാണ് നമുക്ക് അന്യനെ ഒരു ശത്രുവായി തോന്നുന്നത്, അവനെ ഭീതിയോടുകൂടി നോക്കിക്കാണേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. അടുത്തിടെ ജില്ലയിലെ വളരെ പ്രമുഖനായ ഒരു വ്യക്തി പറഞ്ഞത് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മകൻ ഇന്നേ വരെ ഒരു മുസ്ലിമിനെ നേരിട്ട് കണ്ടിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ മകന്റെ ക്ലാസ്സിൽ മുസ്ലിമുകളില്ല, അവൻ മുസ്ലിമുകളുമായി അടുത്ത് പരിചയിച്ചിട്ടില്ല. അങ്ങനെ വളർന്നു വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് മുസ്ലിം എന്ന് പറയുന്ന ആൾ എന്ന് പറയുന്ന വലിയ ഒരു മറയ്ക്കപ്പുറം നിൽക്കുന്നതാണ്. മറ്റനേകം മാധ്യമങ്ങൾ നൽകുന്ന ചിത്രങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് മുസ്ലിം എന്ന് പറയുന്ന ആ വേഷം, അല്ലെങ്കിൽ ആ രൂപം, അല്ലെങ്കിൽ ആ നാമം തന്നെ. അത് ഭീതിയുടേതായ ഒരു വേഷമാണ്, നമുക്കറിയാം. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു ഭീതി തന്നെ ലോകമെമ്പാടും വിതറിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ. ഒരുപക്ഷെ ഞാൻ ഇവിടെ വന്ന് പെട്ടെന്ന് നിങ്ങളെ കാണുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാനും പെട്ടെന്ന് വിചാരിച്ചേക്കും, ഈശ്വര എന്നെങ്കിൽ എല്ലാവരും ഭയങ്കര വെള്ളത്തൊപ്പിയൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുന്നു, ഏതുതരം തീവ്രവാദം വളർത്തുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണിത്, ഇവരെയൊക്കെ തീവ്രവാദികളായി വളർത്താനായിരിക്കുമോ ഈ വലിയ സ്ഥാപനങ്ങളൊക്കെ കെട്ടിപ്പടുത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഭീതി. പക്ഷേ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ. 2-3 വർഷം മുമ്പ് ഞാൻ കോഴിക്കോട്ടെ ഒരു ഹോട്ടലിൽ ഞാനും എന്റെ ഒരു ക്രിസ്ത്യൻ സുഹൃത്തും കൂടി ഇരിക്കുമ്പോൾ, അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് മുൻകാലങ്ങളിലൊന്നും ക്രിസ്ത്യൻ സുഹൃത്തും മുസ്ലിം സുഹൃത്തും ഹിന്ദു സുഹൃത്തും ഒന്നുമില്ലായിരുന്നു, സുഹൃത്തുക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ജാതി പിരിഞ്ഞ് മതം പറഞ്ഞ് സുഹൃത്തുക്കളെ നിർണ്ണയിക്കേണ്ട കാലത്തിലാണ്. എനിക്കൊരു മുസ്ലിം സുഹൃത്തുണ്ട്, എനിക്കൊരു ക്രിസ്ത്യൻ സുഹൃത്തുണ്ട് എന്ന് പറയുന്നത് വലിയ കാര്യമായി പറയേണ്ട ഒരു കാലത്തിലാണ് നാം നിൽക്കുന്നത് എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ നിങ്ങളെപ്പോലെ വേഷവിധാനിയായ ഒരു ചെറുപ്പക്കാരൻ ഞങ്ങൾക്കിടയിലേക്ക് വന്നിട്ട്, അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടി വന്നിട്ട് കുറച്ചു നേരം ഞങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സംസാരം ഏകദേശം 1.5 മണിക്കൂർ നേരം നീണ്ടു. ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി പിരിഞ്ഞു. അത് മറ്റാരുമായിരുന്നില്ല, എന്റെ
അടുജീവിതം എന്ന നോവലിന്റെ അറബിക് പരിഭാഷകനായ സുഹൈൽ വാഫിയായിരുന്നു. ആ സംഭാഷണത്തിന് ശേഷം എന്റെ സുഹൃത്ത് പറഞ്ഞത്, എത്ര പുരോഗമന ചിന്താഗതിയുള്ള ചെറുപ്പക്കാരൻ. അതുവരെ ഒരുപക്ഷെ നിങ്ങളിൽ ഒരാളെ കണ്ടാൽ എന്തുതരം ബോധമായിരുന്നുവോ ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നത് അതിനെയൊക്കെ ഒരു മണിക്കൂർ നേരത്തെ സംസാരം കൊണ്ട് അലിച്ചു കളഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ പൊതുധാരയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനിതാ നമ്മളുടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള ഒരു ആത്മബോധം നമുക്ക് ഉണ്ടാവുകയാണ്. ഇത് പാരസ്പര്യത്തിൽ നിന്നുണ്ടാവുന്നതാണ്, പരിചയപ്പെടലിൽ നിന്നുണ്ടാവുന്നതാണ്. ഒരു കൈലി ഉടുത്ത ഒരു കാവി കൈലി ഉടുത്ത ഒരാളെ കാണുമ്പോൾ നിങ്ങൾ അറിയാതെ ചിലപ്പോൾ ഒന്ന് പകച്ചേക്കാം മറ്റേ ആണാണോ എന്ന്, അല്ലെങ്കിൽ കുരിശിൽ കൊന്ത തൂക്കിയ ഒരാളെ കാണുമ്പോൾ ഇവൻ കടുത്ത ക്രിസ്ത്യൻ ആരാധകനാണോ എന്ന് വിചാരിച്ചേക്കാം. ആരാധനയും വിശ്വാസവും ഒക്കെ നമ്മുടെ ഭാഗമുണ്ട്. പക്ഷേ നമ്മൾ പൊതു ഇടത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഒരു വലിയ സാഹോദര്യത്തിൻ്റെതായ ഒരു അംശമുണ്ട്. ഈ അംശത്തെയാണ് ഒരുപക്ഷെ ഒരു സുഹൃത്ത് വന്ന് എനിക്ക് പകർന്നു തന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് ധൈര്യപൂർവ്വം സംസാരിക്കുന്നത്. കാരണം വലിയ സാഹോദര്യത്തിന്റെ ഒരു മഹാസമ്മേളനമാണ് ഇവിടെ നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നതും. നമുക്കറിയാം, കലയുടെ മഹത്തായ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. മലയും സാഹിത്യവും നമ്മളോട് എന്താണ് ചെയ്യുന്നത് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പലരും എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് എഴുതുന്നത്, എഴുത്തുകാരനാവുന്നത്, അതിനുള്ള മാർഗം പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരു കഥ മാത്രം ഞാൻ പെട്ടെന്ന് പറഞ്ഞുകൊള്ളാം. ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനായ എഡ്വേർഡോ ഗലീനയുടെ വെയിൻ ഓഫ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലുള്ള ഒരു ചെറിയ കഥയാണ്. ഒരിക്കൽ ഒരു വൃദ്ധൻ മരണം കാത്തുകിടക്കുകയായിരുന്നു. അയാൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാനൊന്നുമില്ല, നിരാശ മാത്രം മുമ്പിൽ, ഇരുട്ട് മാത്രം അന്ന് മുന്നിൽ വെച്ച് അയാളുടെ വീടിനടുത്തുള്ള 2 കള്ളന്മാർ ഒരു രഹസ്യം തിരിച്ചറിയുന്നു. അയാളുടെ കയ്യിൽ ഒരു വലിയ നിധി ഒളിച്ചിരിപ്പുണ്ടാകുന്നു. ഈ നിധി മോഷ്ടിക്കുന്നതിന് വേണ്ടി കള്ളന്മാർ 2 പേരും കൂടി ഒരു രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നു. ഇദ്ദേഹത്തെ കട്ടിലോടുകൂടി ഉറക്കത്തിൽ എടുത്തു മാറ്റി കിടത്തിയിട്ട് കട്ടിലടിയിൽ കുഴിച്ചിട്ടിരുന്ന ഒരു പെട്ടി മോഷ്ടിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നു. വീട്ടിൽ ചെന്ന് ഈ പെട്ടി തുറന്നു നോക്കുമ്പോഴാണ് കള്ളന്മാർക്ക് മനസ്സിലാകുന്നത് തങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഈ പെട്ടിയിൽ പണ്ടവും പണവും ഒന്നുമില്ല, അതിനകത്തുണ്ടായിരുന്നത് കുറെ പഴഞ്ചൻ കത്തുകൾ മാത്രമാണ് എന്ന്. അവർക്ക് വല്ലാത്ത നിരാശ തോന്നി. വലിയ മോഷണമൊക്കെ നടത്തി കിട്ടിയത് കുറെ പഴഞ്ചൻ കത്തുകളാണല്ലോ എന്ന് വിചാരിച്ച് അവരത് കത്തിച്ചു കളയാൻ തുടങ്ങുമ്പോൾ അതിലൊരു കള്ളൻ പറഞ്ഞു, നമ്മൾ വല്ലാതെ പറ്റിക്കപ്പെട്ടല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വൃദ്ധനെ നമുക്ക് തിരിച്ച് അങ്ങോട്ടൊന്ന് പറ്റിക്കാമെന്ന്. അവർ ഈ കത്തുകൾ ഓരോന്നായി എടുത്ത് പുതിയ കവറിലിട്ട് പുതിയ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് പുതിയ വിലാസം എഴുതി ഈ വൃദ്ധന് അയച്ചു കൊടുക്കുന്നു. വൃദ്ധൻ മരണം കാത്തു കിടന്നവരാണ്. അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാൻ യാതൊന്നുമില്ലാത്ത അവസ്ഥയിൽ വെച്ചാണ് പെട്ടെന്ന് ഒരു കത്ത് അദ്ദേഹത്തെ തേടി വരുന്നത്. അയാൾ വളരെ ആഹ്ലാദചിത്തനായി കത്ത് പൊട്ടിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് തന്റെ യൗവനത്തിൽ തന്റെ കാമുകി തനിക്ക് എഴുതിയ കത്തുകളായിരുന്നു എന്നും അത് താൻ വലിയ സ്വത്തുപോലെ തന്റെ കട്ടിലിനടിയിൽ സൂക്ഷിച്ചിരുന്നതാണെന്നും അയാൾക്ക് മനസ്സിലാകുന്നു. പക്ഷേ എങ്കിൽ പോലും അയാൾ എല്ലാ ദിവസവും ഈ കത്തുകൾക്ക് വേണ്ടി അയാളുടെ അതുവരായിരുന്ന നിരാശകളെ മാറ്റിപ്പണിയുകയും അയാൾ പ്രകാശത്തിലേക്ക്, പ്രതീക്ഷയിലേക്ക്, കാത്തിരിപ്പിന്റേതേക്ക് ജീവിതത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. ഒരുപക്ഷെ സാഹിത്യവും കലയും നമ്മളോട് ഇതുതന്നെയാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് വിചാരമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിനടിയിൽ കിടക്കുന്ന ചില രഹസ്യങ്ങളെ എഴുത്തുകാരൻ എന്ന് പറയുന്ന മോഷ്ടാവ് മോഷ്ടിച്ചുകൊണ്ടുപോയി നമുക്ക് തന്നെ തിരിച്ചു തരുന്ന പ്രക്രിയയുടെ പേരാണ് സാഹിത്യം എന്ന് പറയുന്നത്. സാഹിത്യം മാത്രമല്ല, എല്ലാത്തരം കലകളും നമ്മളോട് അതാണ് ചെയ്യുന്നത്. ഇന്നലെ വരെ നമ്മുടെ നിരാശകളുടെ ജീവിതത്തെ, നമ്മുടെ ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ജീവിതത്തെ ചില പ്രതീക്ഷകളിലേക്ക് ഉയർത്തിവിടുന്ന ഒരു വലിയ പ്രക്രിയയാണ് സാഹിത്യവും കലയും നമ്മളോട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ കലകൾക്ക്, സാഹിത്യത്തിന്, സംഗീതത്തിന്, സിനിമയ്ക്ക് ഒക്കെ വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതാണ് നമ്മുടെ അതിരുകൾ മായ്ച്ചു കളയുന്ന ഒരു കാര്യമാണ്. എന്റെ ഇരട്ടമുഖമുള്ള നഗരം എന്ന പുസ്തകത്തിന്റെ പിൻകുറിപ്പ് എഴുതിയിട്ടുള്ളത് പ്രമുഖ സഞ്ചാര സാഹിത്യകാരനായ മുസഫർ അഹമ്മദാണ്. അദ്ദേഹം ഓർക്കുന്ന ഒരു അനുഭവമുണ്ട്. അദ്ദേഹം നമ്മുടെ പ്രമുഖ ഗസൽ സംഗീതജ്ഞനായിരുന്ന മെഹദി ഹസൻ മരിച്ചപ്പോൾ പാകിസ്ഥാനിലുള്ള ഒരു സുഹൃത്ത് അദ്ദേഹത്തെ വിളിച്ചിട്ട് കരയുകയുണ്ടായല്ലോ, നമുക്കിടയിലുണ്ടായിരുന്ന മറ്റൊരു സാഹോദര്യം കൂടി അവസാനിച്ചു എന്ന്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ എന്താണ് ബാക്കിയുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അത് സംഗീതവും സിനിമയും ക്രിക്കറ്റും മാത്രമാണ് എന്ന് പറയുന്നു. അതിൽ മെഹദി ഹസന്റെ മരണത്തോടുകൂടി ഒരു വലിയ അധ്യായം അവസാനിച്ചു എന്ന് നാം മനസ്സിലാക്കുകയാണ്.
ഇന്ന് ഗുലാം അലിയെ പോലെയുള്ള ഒരു ഒരു ഗസൽ ചക്രവർത്തിക്ക് ഇന്ത്യയിൽ പാടാൻ അവസരം നിഷേധിക്കുമ്പോൾ ഒരുപക്ഷെ അത്തരത്തിലുള്ള നമ്മുടെ സാഹോദര്യത്തിൻ്റെതായ നമ്മളെ ചേർത്ത് നിർത്തേണ്ടതായ പല ഇടങ്ങൾ അസ്തമിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്ന് നാം ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് കലകൊണ്ട് സംഗീതം കൊണ്ട് നാം പ്രതിരോധിക്കേണ്ട ഒരു കാലത്തിലാണ് നാം നിൽക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടിയിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് സുഹൃത്തുക്കളോട് പറയാനുള്ള ഒരു കാര്യം, ഞാൻ സാഹിത്യവും കലയും ഒന്നും പരിപോഷിപ്പിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളായിരുന്നില്ല. തനി നസ്രാണി മധ്യതിരുവിതാംകൂർ കുടുംബത്തിൽ നിന്ന് വരികയും പണം മാത്രമാണ് ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് വിചാരിക്കുകയും ചെയ്തിരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ്. പക്ഷേ എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന എഴുത്ത് എന്ന് പറയുന്ന ഒരു വാസനയെ കണ്ടെത്തുന്നതിന് വേണ്ടി എന്നെ സഹായിച്ചത് വായനയാണ് എന്ന് എനിക്ക് നിങ്ങളോട് സാക്ഷ്യം പറയാൻ കഴിയും. ഇങ്ങനെയാണ് വായനയെ നമ്മൾ നെഞ്ചോട് കൊണ്ട് ചേർത്ത് പിടിച്ച് നടത്തേണ്ടത്. നമ്മൾക്ക് ഓരോരുത്തർക്കും, ഒരുപക്ഷെ നിങ്ങൾ ഈ കൂടിയിരിക്കുന്ന 4000 വിദ്യാർത്ഥികളുടെയും ഉള്ളിന്റെ ഉള്ളിൽ എഴുത്തുകാരനായി തീരാനല്ല, പക്ഷേ അള്ളാഹു നിങ്ങളുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കഴിവ് ഇട്ടിട്ടാണ് നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതെന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ദൗത്യം ഈ ഭൂമിയിൽ നിറവേറ്റാനുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി വേണം നാം നമ്മുടെ ഭാവിയെ അഭിമുഖീകരിക്കുവാൻ. അങ്ങനെ അഭിമുഖീകരിക്കുമ്പോഴാണ് നാം നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയുന്നത്. ആ ലക്ഷ്യത്തിലേക്കുള്ള നടപ്പ് നമ്മുടെ ഉത്തരവാദിത്വമായി തീരുന്നത്. അതിനുവേണ്ടിയുള്ള പ്രയാണത്തിൽ നമ്മെ സഹായിക്കുന്ന ഏറ്റവും ഉത്തമമായ മാർഗങ്ങളിൽ ഒന്നാണ് വായന എന്ന് പറയുന്നത്. നാം നമ്മുടെ ഉള്ളിലെ നമ്മളെ കണ്ടെത്താൻ സഹായിക്കുന്നു. എന്ന് മാത്രമല്ല, വരുംകാല ജീവിതം ഒരുപക്ഷെ ഇപ്പോഴത്തേക്കാൾ കൂടുതൽ സംഘർഷഭരിതമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ന് ഒരുപക്ഷെ ഈ വിദ്യാർത്ഥി കാലത്തിലാണ് നമ്മൾ ഏറ്റവും അധികം സന്തോഷം അനുഭവിക്കുന്നത്. ഇതിനുള്ള സന്തോഷം ഇനി വരുന്ന കാലങ്ങളിലില്ല. കൂടുതൽ കൂടുതൽ ജീവിതത്തിൻ്റെതായ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ സന്തുലനമായി നിലനിർത്തുന്നതിന് വേണ്ടി ഇത്തരം കലകളോടുള്ള ആഭിമുഖ്യം, സാഹിത്യത്തോടുള്ള ആഭിമുഖ്യം, സംഗീതത്തോടുള്ള ആഭിമുഖ്യം നിങ്ങളെ ജീവിതത്തിൽ വലിയ ഒരു സന്തോഷം പകർന്നു നൽകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഞാൻ ഗൾഫ് രാജ്യത്ത് 21 വർഷക്കാലം ജോലി ചെയ്തപ്പോൾ ഒരു എഞ്ചിനീയറായിട്ടാണ് ജോലി ചെയ്തത്. കൺസ്ട്രക്ഷൻ മേഖലയിലെ വലിയ തിരക്ക് പിടിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റിയ ശേഷം വീട്ടിൽ വന്നൊന്ന് കുളിച്ചൊരു പുസ്തകത്തിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ടെൻഷനും അലിഞ്ഞു കളഞ്ഞുകൊണ്ട് നമ്മൾ പുതിയൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുകയും പുതിയ മനുഷ്യരെ പരിചയപ്പെടുകയും പുതിയ പ്രപഞ്ചങ്ങൾ പരിചയപ്പെടുകയും അതിലൂടെ മനുഷ്യരെങ്ങനെയാണ് ജീവിതത്തിന്റെ ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചതെന്നും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി പുസ്തകങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. നാം നമ്മുടെ ആശയങ്ങൾ, നമ്മൾ എന്താണ് എന്ന്, നമ്മളുടെ ഉള്ളിലെ നന്മ എന്താണ് എന്ന് അന്യരോട് പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. നാം നമ്മുടെ പ്രസംഗത്തിലൂടെയല്ല, നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് നാം അത് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. സാഹിത്യം അതിന് ഏറ്റവും ഉത്തമമായ മാർഗങ്ങളിലൊന്നാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നോവൽ എഴുതാൻ ശ്രമിക്കുന്നത്. ആടുജീവിതം എന്ന കൃതിയിൽ ഒരു ചെറിയ കഥാസന്ദർഭമുണ്ട്, അത് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇബ്രാഹിം ഖാദിരി എന്ന് പറയുന്ന നമ്മളൊക്കെ അപരിഷ്കൃതൻ എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യനും നജീബും കൂടി മരുഭൂമിയിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഹക്കീം മരിച്ചു കഴിഞ്ഞു. ഈ ഒരു ഘട്ടത്തിൽ വെച്ച് ഇവരും മരിക്കാൻ പോവുകയാണ്. ഇനി എപ്പോഴാണ് മരണം തങ്ങളുടെ മുന്നിൽ എന്നുള്ളൊരു ഘട്ടത്തിൽ വെച്ചാണ് വളരെ ദൂരെ ഒരു മരുപ്പച്ച അവർ കാണുന്നത്, വെള്ളം കാണുന്നത്. അവർ രണ്ടുപേരും കൂടി അവിടെ ചെല്ലുമ്പോൾ ഇബ്രാഹിം ഖാദിരി എന്ന് പറയുന്ന നമ്മൾ അപരിഷ്കൃതൻ എന്ന് വിളിക്കുന്ന ആഫ്രിക്കക്കാരൻ ചെയ്യുന്ന നന്മ എന്താണെന്ന് ചോദിച്ചാൽ, അയാൾ സ്വന്തം നാവിലേക്ക് വെള്ളമിട്ട് തന്റെ ദാഹമടക്കി തനിക്ക് തൃപ്തനായി എന്ന് തീർക്കുന്നതിന് പകരം തന്റെ കൂടെ ഓടി വരുന്ന സഹചാരിയായ ദയനീയ മനുഷ്യനായ നജീബിന്റെ നാവിലേക്ക് വെള്ളമിട്ട് കൊടുത്തുകൊണ്ട് അയാൾക്ക് ദാഹം തീർന്നു എന്ന് ഉറപ്പാക്കിയ ശേഷം സ്വന്തം നാവിലേക്ക് വെള്ളമിട്ട് കൊടുക്കുന്ന ഒരു മനുഷ്യനെ നാം ഇബ്രാഹിം ഖാദിരി എന്ന കഥാപാത്രത്തിൽ വെച്ച് പരിചയപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഒരു നോവൽ വായനയിൽ, ഒരു പുസ്തക വായനയിൽ നാം സാംശീകരിക്കേണ്ട അർത്ഥങ്ങളിലൊന്നും ഇതാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വെറുതെ മരുഭൂമിയിലെ ഒരു കഥയും നജീബിന്റെ കഥയും കേൾക്കുക എന്നതിന്റെ അപ്പുറത്ത് ഒരു പുസ്തകം നമ്മളിലേക്ക് പകർന്നു നൽകേണ്ട ചില കാരുണ്യത്തിന്റെ ഉറവയാണ് അതെന്ന് ഞാൻ കരുതുന്നു. നാം നമ്മളോടൊപ്പം ഓടുന്ന സഹചാരിയുടെ മുഖം ഒന്ന് നോക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അവന്റെ മുഖം ഇന്നെന്താണ് വാടിയിരിക്കുന്നത്? അവന്റെ വീട്ടിൽ നിന്ന് ആഹാരം വെച്ചോ? അവന്റെ വീട്ടിൽ ഇന്നലെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? അവന്റെ വീട്ടിൽ ആരെങ്കിലും രോഗികളായിരുന്നുവോ എന്ന് ചോദിക്കുവാനുള്ള ഉത്തരവാദിത്വം അവന്റെ കൈ കവർന്നു പിടിച്ചുകൊണ്ട് നിനക്കെന്താണ് സഹോദര എന്ന് ചോദിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മളെ അത്തരം ചില കഥാസന്ദർഭം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയാണ് കഥ നമ്മളെ സംശീകരിക്കുക, നമുക്കിടയിലേക്ക് കടന്നു വരുന്നത്. മറ്റ് അനേകായിരം പ്രസംഗങ്ങൾക്ക്, വാക്കുകൾക്ക് നൽകാത്ത ഒരു ഊർജം നമുക്ക് പകർന്നു നൽകുന്നത് കിട്ടുന്നത് എന്ന് ഞാൻ കരുതുന്നു. വീരാൻകുട്ടിയുടെ ഒരു ചെറിയ കവിതാശകലം ഞാൻ ഓർക്കുകയാണ്.
ഇലകൾ കൊണ്ട് പരസ്പരം തൊടുമെന്ന് കരുതി നാം അകറ്റി നട്ട വൃക്ഷങ്ങൾ ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു എന്ന് പറയുന്ന മനോഹരമായ 4 വരി. അത് പകർന്നു നൽകുന്ന അർത്ഥ വൈവിധ്യം എത്ര വലുതാണ് എന്ന് നിങ്ങൾ ഓർക്കുക. ഇലകൾ കൊണ്ട് പരസ്പരം തൊടുമെന്ന് കരുതി നാം അകറ്റി നട്ട വൃക്ഷങ്ങൾ ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു. അത് നമ്മുടെ രാഷ്ട്രീയ അവസ്ഥയെ സൂചിപ്പിക്കുന്നു, മതാവസ്ഥയെ സൂചിപ്പിക്കുന്നു, നമുക്കിടയിലുള്ള ഭിന്നതകളെ സൂചിപ്പിക്കുന്നു, നമുക്കിടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വലിയ മതിലുകളെ സൂചിപ്പിക്കുന്നു. ഇലകൾ കൊണ്ട് നാം തൊടും എന്ന് കരുതുന്നവരൊക്കെ ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് അഗാധമായി കെട്ടിപ്പിടിക്കുന്ന സ്നേഹത്തിന്റെ ഒരു പാരസ്പര്യത്തെ നമുക്ക് 4 വരികൾ കൊണ്ട് വീരാൻകുട്ടി കാണിച്ചു തരികയാണ്. ഇതാണ് കലാസാഹിത്യം നമ്മളോട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കലയിൽ പ്രവർത്തിക്കുന്നവർ, സാഹിത്യത്തിൽ പ്രവർത്തിക്കുന്നവർ, സംഗീതത്തിൽ പ്രവർത്തിക്കുന്നവർ ഒരു രാജ്യത്തിന്റെ ദ്രോഹികളായി തീരുവാൻ, അന്യ സമൂഹത്തിൽ ജീവിക്കുന്നവരെ അന്യരായി കാണുവാൻ, അവന്റെ രക്തം ചോദിക്കുവാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. അതാണ് ഈ കൊടിയിരിപ്പിന്റെ അല്ലെങ്കിൽ ഇത്തരം കലകളോടുള്ള ബന്ധപ്പെടുന്നതിന്റെ ഏറ്റവും വലിയ പുണ്യം. അതുകൊണ്ട് നിങ്ങളുടെ ഈ മത്സരങ്ങൾ അത് മത്സരത്തിന് വേണ്ടി ഉള്ള ആയിത്തീരരുത്. അതിനപ്പുറത്ത് നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം വളർത്തുന്നതിന്, നമ്മുടെ ഉള്ളിലെ സാഹോദര്യം വളർത്തുന്നതിന്, നമ്മൾ എന്താണോ അത് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണ് നമ്മൾ നിർവഹിക്കാനുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയാണ് നാം ബഹുസ്വരതകൾ സൃഷ്ടിക്കേണ്ടത്. സംഗീതത്തിലൂടെ ബഹുസ്വരത നമുക്ക് സൃഷ്ടിക്കാവുന്നതാണ്. പാരസ്പര്യത്തിലൂടെ, കൂട്ടിയിരിപ്പിലൂടെ. ഞാൻ ഒരു അന്യമതക്കാരനോടൊപ്പം, അന്യജാതിക്കാരനോടൊപ്പം ഇരുന്ന് ഞാൻ എന്താണ് എന്ന് അവന്റെ മുന്നിൽ തെളിയിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള വിദ്വേഷത്തിന്റേതായ അല്ലെങ്കിൽ സംശയത്തിന്റേതായ എല്ലാ മതിലുകളും അലിഞ്ഞു പോവുകയും നാമും അവനും എല്ലാം ഒന്നാണെന്നും ആ ബഹുസ്വരതയാണ് ഒരുപക്ഷെ ഇന്ത്യയെ ഇപ്പോഴും എല്ലാവർക്കും ആകർഷകമുള്ള ഒന്നായി തീർക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതിനുള്ള പതാക വാഹകരാവുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലുള്ളത്. നിങ്ങൾ പരിചയപ്പെടുന്ന, നമുക്കറിയാം, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമോഫോബിയ ഇന്ന് ലോകമെമ്പാടും നിറമാടുന്നുവെങ്കിൽ അതിനെ നമ്മൾ തോക്കുകൊണ്ടും വാളുകൊണ്ടുമല്ല, അതിനപ്പുറത്ത് നിങ്ങളുടെ ഹൃദയം കൊണ്ട് കീഴടക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ചെറുപ്പക്കാരുടെ മുന്നിലുമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങളുടെ സുഹൃത്തിനെ കീഴടക്കുക. ഞാൻ ഇതാണ് എന്ന് പറയുക. എനിക്ക് നിങ്ങളെപ്പോൾ അധികം നന്മയുണ്ട് എന്ന് പറയുക. 1 മണിക്കൂർ സംസാരം കഴിയുമ്പോൾ അവൻ നിങ്ങളെ ആശ്ലേഷിച്ചിട്ട് മടങ്ങിപ്പോവാനുള്ള ഒരു കരുത്ത്, അതിനുള്ള ഒരു നന്മ നമുക്ക് കഴിയട്ടെ. അങ്ങനെയാണ് ഒരുപക്ഷെ നമുക്ക് ബഹുസ്വരത സൃഷ്ടിക്കാൻ കഴിയുക. അതിലൂടെ നമുക്ക് ലോക സമാധാനവും സൃഷ്ടിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ടല്ലാതെ നമുക്ക് ഒരിക്കലും തോക്കുകൾ കൊണ്ട് ലോകസമാധാനം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കരുത്. അങ്ങനെ പടർത്തുന്ന, അങ്ങനെയുള്ള ആശയങ്ങൾ പടർത്തുന്ന ആരെങ്കിലും നമുക്കിടയിൽ ഉണ്ടെങ്കിൽ അവരോട്, ഇല്ല, എനിക്ക് മറ്റൊരു മാർഗമുണ്ട്, എനിക്ക് സ്നേഹത്തിന്റേതായ ഒരു മാർഗമുണ്ട്, ഇസ്ലാമിന്റേതായ ഒരു വഴിയുണ്ട്, യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് കാണിച്ചു തരാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്, ഞാനത് കാണിച്ചു തരും എന്ന് ആ സുഹൃത്തിനോട് പറഞ്ഞ് അവനെ കൂടി നമ്മളുടെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയട്ടെ. അതിനുള്ള ഒരു കൂടിച്ചേരലായി തീരട്ടെ ഇത് എന്ന് മാത്രം ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എന്നെ ഇതിലേക്ക് ഇവിടെ ക്ഷണിച്ച എല്ലാവർക്കും ഉള്ള നന്ദി ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അർത്ഥഗർഭമായ വാക്കുകൾ കൊണ്ട് 8ാമത് വാഫി വഫിയ കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യഭാഷണം നിർവഹിച്ച ബെന്യാമിൻ സാറിന് വാഫി കുടുംബത്തിന്റെ 1000 സ്നേഹാദരങ്ങൾ അർപ്പിക്കുന്നു. ഇനി വേദിയിൽ ഏതാനും ചില പ്രകാശന കർമ്മങ്ങളാണ് നിർവഹിക്കപ്പെടുന്നത്. ആദ്യമായി ഹാഫിൽ സഹീദ് അലി വാഫി രചിച്ച ബഹുസ്വരതയും ഏകീകൃത സിവിൽ കോഡും എന്ന കൃതി മർക്കസ് ജനറൽ സെക്രട്ടറി ആദർശേരി ഹംസകുട്ടി മുസ്ലിയാർ സയ്യിദ് മുസ്ലിയാർക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. ഇരുവരെയും സാദരം ക്ഷണിക്കുന്നു. അബ്ദുൽ മജീദ് വാഫി രചിച്ച മുസാഫിർ ഷാഫിഈ കവിതകളുടെ പദ്യമലയാളവും ആസ്വാദനവും ബെന്യാമിൻ സാർ CIC കോർഡിനേറ്റർ ഉസ്താദ് അബ്ദുൽ ഹക്കീം വൈസി ആദർശേരി അവർക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിക്കപ്പെടുന്നു. ഇരുവരെയും സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ.
ബഹുമാന്യനായ കുബൈ വാഫി രചിച്ച നേർപക്ഷം സയ്യിദ് മുഹമ്മദ് നിസാമി ഉസ്താദ് അവറുകൾ ഷേഖുന കുഞ്ഞാണി മുസ്ലിയാർക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിക്കപ്പെടുന്നു. ഇരുവരെയും സാദരം സബിനെയും ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. ഹൈദ്രോസ് മുസ്ലിയാർ ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജ് കൂക്കിപ്പറമ്പ് പുറത്തിറക്കുന്ന വാഫി ബുള്ളറ്റിൻ ഉസ്താദ് കെ എ റഹ്മാൻ ഫൈസി, ഉസ്താദ് ഹുസൈൻ ഹാജി കോമ്പാറ അവർക്ക് നൽകി നിർവഹിക്കുന്നു. ഇരുവരെയും സാദരം സഭനെയും ക്ഷണിക്കുന്നു. ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി വിദ്യാർത്ഥി യൂണിയൻ സിയാസ പുറത്തിറക്കുന്ന പ്രതിധ്വനി സപ്ലിമെന്റും ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി പുറത്തിറക്കുന്ന സുഹൃദം സപ്ലിമെന്റും പ്രകാശനം നിർവഹിക്കുന്നതിന് CICU ട്രഷറർ ബഹുമാന്യനായ അലി ഫൈസി ഫൂദ അവർകളെയും അക്കാദമിക് കൌൺസിൽ മെമ്പർ സെക്രട്ടറി ഉസ്താദ് കുഞ്ഞാമു ഫൈസി അവർകളെയും സാദരം ക്ഷണിക്കുന്നു. എട്ടാമത് വാഫി വഫിയ കലോത്സവത്തിന്റെയും അന്തർദേശീയ സമ്മേളനത്തിന്റെയും ലോഗോ നിർമ്മിച്ച വളാഞ്ചേരി മർക്കസ് വാഫി PG ഫൈനൽ വിദ്യാർത്ഥി ഇസ്ഹാഖ് വടക്കാങ്ങരയ്ക്ക് വാഫി സ്റ്റുഡന്റ് ഫെഡറേഷൻ നൽകുന്ന ഉപഹാരം സമർപ്പിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായ ബിന്യാമിൻ സാറിനെ സാദരം ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ഇസ്ഹാഖ് വടക്കാങ്ങരയെ സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. വളാഞ്ചേരി മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയ വാഫി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇമാം വായനാ ലോകത്തിന് സമർപ്പിക്കുന്ന ഓൺലൈൻ മാഗസിൻ നേർവായന ലോഞ്ചിംഗ് വേദിയിൽ നടക്കുന്നു. അത് നിർവഹിക്കുന്നതിനു വേണ്ടി മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ഉസ്താദ് ഹംസകുട്ടി ബാക്കവി ആദരശ്ശേരി അവരെ സാദരം സവിനയം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. സദസ്സിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് CICയുടെ ബഹുമാന്യനായ ട്രഷറർ അലി ഫൈസി തൂത സംസാരിക്കുന്നു. സാദരം സവിനയം ക്ഷണിക്കുന്നു. എട്ടാമത് കലോത്സവം എന്തുകൊണ്ടും വളരെ മഹത്വമേറിയതാണെന്ന് നമ്മളുടെ എല്ലാ ഭാഗത്തിൽ നിന്നും അതുപോലെ നമ്മളുടെ ഏത് പ്രവർത്തന മേഖലയിൽ നിന്നും
എന്തുകൊണ്ടും അത് ഏറ്റവും വലിയ ഉന്നതിയിൽ കൂടി സഞ്ചരിച്ച് കൊണ്ടിരിക്കുകയാണെന്ന് നമ്മളുടെ സ്റ്റേജും അതുപോലെ തന്നെ നമ്മളുടെ ഈ മഹാ പന്തലും അതുപോലെ തന്നെ നമ്മളുടെ നിത്യമായ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെയൊക്കെയാണെങ്കിലും മറ്റ് ചില വലിയ വലിയ ആളുകളുടെ അംഗീകാരം മാത്രമാണ് മറ്റെല്ലാ നിലക്കും ഇതിന്റെ ഉന്നമനം വിളിച്ചോതുന്ന എല്ലാ തെളിവുകളും നമ്മളുടെ ചുറ്റുഭാഗത്തിൽ നിന്ന് വിളിച്ച് അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നീട്ടുന്നില്ല, ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല, ഏറ്റവും വിലപ്പെട്ട സമയം പാഴാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം അടുത്ത് നമുക്കൊക്കെ അറിയാം, ഒരു മോർച്ചറിയിൽ ഒരു ശവം എണീറ്റ് നിന്ന് വെള്ളം ചോദിക്കുന്നത് കേട്ടു. പാറാവുകാരൻ വാച്ച്മാൻ പറഞ്ഞു, എട ശവമേ നീ മുണ്ടാതിരിക്ക്, ഇവിടുത്തെ ഏറ്റവും വലിയ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു നീ മരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞ ഏറ്റവും ചില സത്യങ്ങള് ചില ആളുകൾ വിളിച്ചു പറയാൻ മടിച്ചു നിൽക്കുന്നു എന്നപ്പുറം ഇതിനെപ്പറ്റി എനിക്ക് മറ്റൊന്നും പറയാനില്ല എന്ന് ഉണർത്തിക്കൊണ്ട് എല്ലാവിധ ആശംസകളും ഇതിന് അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വേദിയിൽ ലോഞ്ചിംഗ് നിർവഹിച്ച നേർവായന ഓൺലൈൻ മാഗസിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി KKHM അറബിക് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇമാമിന്റെ ബഹുമാനനായ ജനറൽ സെക്രട്ടറി ഷഫീഖ് വാഫി അവർ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين ما بعد. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സദസ്സിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വളാഞ്ചേരി മർക്കസ് വാഫി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഇമാമിന്റെ മേൽനോട്ടത്തിൽ സമാരംഭം കുറിക്കുന്ന നേർവായ മാഗസിന്റെ ഓൺലൈൻ പതിപ്പിന്റെ ലോഞ്ചിംഗ് കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. അനുഭൂതിക്ക് വേണ്ടി ധാരാളം മാർഗങ്ങൾ തേടുന്നവരാണ് ജീവികൾ. കൂട്ടത്തിൽ മനുഷ്യൻ തേടുന്ന മാർഗങ്ങളിൽ വായനയ്ക്ക് അതിപ്രധാന സ്ഥാനമാണുള്ളത്. നമ്മെ നിരന്തരമായി വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന സുഖകരമല്ലാത്ത സത്യങ്ങളിൽ നിന്ന് ഒരൽപ്പം മാറി നിൽക്കാനുള്ള ഒരവസരം വായനക്കാരൻ സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലോകമാണ്. ആളും അർത്ഥവും വികാരവും വിചാരവും എല്ലാമുള്ള ലോകം. വായിക്കപ്പെടാൻ വേണ്ടി അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് വായനയുടെ രീതികളെക്കുറിച്ച്. അറിവില്ലായ്മയിൽ നിന്ന് അറിവിന്റെ അറ്റമില്ലാത്ത ലോകത്തേക്കുള്ള പ്രയാണത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. വേദഗ്രന്ഥങ്ങളെല്ലാം വാചാരമായി പറയുന്ന വിഷയമാണ് വായനയുടെ പരിശുദ്ധ മാർഗം. ഹൃദയങ്ങളോട് അടുത്തു നിൽക്കുന്ന സരളമായ ഭാഷയിൽ കൃത്യമായ വീക്ഷണങ്ങൾ കൈമാറാനുള്ള ഒരു വിനീത ശ്രമമാണ് നേർവായന. ബഹുസ്വരതയുടെ ഇനിയും അണഞ്ഞിട്ടില്ലാത്ത പ്രകാശനാളങ്ങൾക്ക് ഇന്ധനം പകർന്നുകൊണ്ട് വളാഞ്ചേരി മർക്കസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് തലമുറകൾക്ക് വഴി പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു റാന്തൽ വിളക്കുമായി മുമ്പേ നടന്ന മഹാ തേജസ്വി മർഹൂം KK ഉസ്താദിന്റെ വിചാരങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ ദൗത്യസംഘത്തെ ആദ്യമായി വാഫി എന്ന് പേരെടുത്ത് വിളിച്ച ഈ രാജ്യത്തിന്റെ
സുഹൃതമായിരുന്ന മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഈ പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ നായകൻ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെയും അനുഗ്രഹാശിസുകളോടെ അവർ നിർണയിച്ചു തരുന്ന ദിശാബോധത്തോടുകൂടെ സമൂഹത്തിന് സമർപ്പിക്കുന്ന വായനയുടെ നേർവഴിയാണ് ഇവിടെ ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വന്ദ്യരായ ഉസ്താദ് അബ്ദുൽ ഹക്കീം ഫൈസി അടക്കമുള്ള ഗുരുനാഥന്മാരുടെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇതിന് പിന്നിലുണ്ടാവുമെന്നുള്ളത് ഉറപ്പാണ്. വാഫിയുടെ ജന്മഗേഹമായ മർക്കസിൽ നിന്ന് നേർവായന ഉയർന്നു വരുമ്പോൾ തീർച്ചയായും അതിന്റെ തുടർന്നുള്ള വളർച്ച പന്തലിച്ചു കിടക്കുന്ന വാഫി കുടുംബത്തിന്റെ ചുമലിൽ തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വം കിടക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സമീപഭാവിയിൽ തന്നെ പ്രിന്റഡ് രൂപത്തിൽ നമ്മുടെ കൈകളിലേക്ക് എത്തുന്ന നേർവായന ലക്ഷ്യം വെക്കുന്നത് മുൻധാരണകളില്ലാത്ത വായനാ ലോകത്തെയാണ്. പ്രായദേശഭേദമന്യേ നമ്മുടെ നേതാക്കളും വാഫി കുടുംബാംഗങ്ങളും അടങ്ങുന്ന മുഴുവൻ ആളുകളും എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണയുമായി ഈ ഉദ്യമത്തിനൊപ്പം നിൽക്കണമെന്ന് വളരെ വിനയപൂർവം സാന്ദർഭികമായി ഈ സദസ്സിനെ ഉണർത്തിക്കൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യുവജന മനസ്സുകളിൽ അഭിമാനബോധം സൃഷ്ടിച്ച യുവജന രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷറർ ജനാബ് KM അബ്ദുൽ ഗഫൂർ സദസ്സിന് ആശംസകൾ അറിയിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിത ശ്രേഷ്ഠരെ, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെയൊരു സദസ്സിലേക്ക് ക്ഷണിക്കപ്പെട്ടത് എനിക്ക് ലഭിച്ച മികച്ച ഒരു അംഗീകാരമായി ഞാൻ കാണുകയാണ്. പക്ഷെ അതിനേക്കാളേറെ വാഫി കുടുംബം എന്നോട് കാണിക്കുന്ന സ്നേഹവായ്പ് ആണ് ഈ ക്ഷണത്തിന് കാരണമെന്ന് കരുതാനാണ് എനിക്കിഷ്ടം. ഒരു പതിറ്റാണ്ടിലേറെ കാലമായി വാഫി പ്രസ്ഥാനത്തിന്റെ വളർച്ചയെ ഏറ്റവും അടുത്തുനിന്ന് നോക്കിക്കാണുന്ന ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് അത്ഭുതകരമായ വളർച്ചയാണ് ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുള്ളത്. അപൂർവമായ ആ വളർച്ചയ്ക്ക് കാരണം അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹവും നിങ്ങളുടെ ഇതിന്റെ സംഘാടകർ കാണിക്കുന്ന, ഇതിലെ വിദ്യാർത്ഥികൾ കാണിക്കുന്ന കഠിനാധ്വാനവും മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സമൂഹത്തിന് എന്താണ് ആവശ്യമെന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകാനാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ രൂപകൽപ്പനയിൽ എല്ലായിടത്തും ആ ചോദ്യം വളരെ പ്രസക്തമായി നിലനിൽക്കുന്നു എന്നതാണ് പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സർഗാത്മകതയെ ഉണർത്തുക എന്നുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് നിങ്ങളുടെ ഈ വാഫി ഫെസ്റ്റ്. ഇതിനു മുമ്പും വാഫി ഫെസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നിരവധി കവികൾ ജനിച്ചിരിക്കുകയാണ്. ഈ വേദിയിൽ തന്നെ കവിതകൾ എഴുതുന്ന നിരവധി ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഏറ്റവും നിസ്സാരമായത് ആരെ ഞെട്ടിക്കുന്നുവോ അയാളാണ് കവി എന്ന് പ്രൊഫസർ MN വിജയൻ മാഷ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഏറ്റവും നിസ്സാരമായത്, ഏറ്റവും ലളിതമായതിനെ കാണുക എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട കഴിവുകളിലൊന്നാണ്. ആ കഴിവിനെ നിങ്ങൾ നിങ്ങളിലൂടെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഒരു പുൽനാമ്പിന്റെ അകത്തുള്ള പുല്ലാങ്കുഴൽ പോലെ ലളിതമാക്കണമേ എന്ന് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളേറ്റവും ലളിതമായി മാറുകയാണ്. നമ്മളുടെ അഹംഭാവത്തെ ഇല്ലാതായി തീരുകയാണ്.
ഇവിടെ ബഹുസ്വരതയെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കാൻ പോവുകയാണ്. ബഹുസ്വരത എന്നുള്ള വാക്കിന് തന്നെ ഒരു കാവ്യാത്മകതയുണ്ട്. ബഹുസ്വരത എന്നുള്ള വാക്ക് ആദ്യമായി നമ്മുടെ രാജ്യത്ത് ഉപയോഗിച്ചത് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനു ശേഷം ഏറ്റവും അവസാനം നമ്മളുടെ മർക്കസിന്റെ നടപടികളിലൂടെ നടന്നുപോയ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വരെയുള്ള ഒരു സരണിയാണ് നമുക്ക് ബഹുസ്വരതയെ ഓർമ്മിപ്പിച്ചു തന്നത്. അതിനെ ഉയർത്തിപ്പിടിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത് അവരാണ്. എനിക്ക് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മളുടെ ഈ ഒരു സംരംഭം, നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ ഒരു അജണ്ട നമ്മളുടെ ഉള്ളിനെ വിശാലമാക്കി നമ്മളുടെ അകത്തളങ്ങളിലേക്ക് എല്ലാവർക്കും കടന്നു വരാനുള്ള ഒരു വാതിലാക്കി മാറ്റാൻ ശ്രമിക്കണമെന്നാണ്. മാത്രമല്ല ഇതര സംസ്കാരങ്ങളെ പഠിക്കാനുള്ള ഒന്നാക്കി കൂടി ഇതിനെ മാറ്റേണ്ടതുണ്ട്. ഖായിദ മില്ലത്തിന്റെ പ്രസംഗങ്ങളിലൊക്കെ, പാർലമെന്റിൽ, മദ്രാശി അസംബ്ലിയിലൊക്കെ നടത്തുന്ന പ്രസംഗങ്ങളിലൊക്കെ അദ്ദേഹം വിവിധ മതങ്ങളെ, അതിന്റെ തത്വങ്ങളെ, അതിന്റെ നേതാക്കളെ, അതിന്റെ പ്രവാചകരെ സംബന്ധിച്ച് പ്രസംഗിക്കാറുണ്ട്. ഖായിദ മില്ലത്ത് പലപ്പോഴും അദ്ദേഹം പരിചയപ്പെടുത്തുന്ന രാമൻ, അദ്ദേഹം പരിചയപ്പെടുത്തുന്ന ശ്രീകൃഷ്ണൻ, അദ്ദേഹം പരിചയപ്പെടുത്തുന്ന ബുദ്ധൻ ലോകത്തിന് സമാധാനം കൊടുക്കുന്നതാണ് എന്ന് പറയാറുണ്ട്. നമുക്കും അങ്ങനെ പറയാൻ സാധിക്കണം. നിങ്ങളുടെ രാമൻ ലോകത്തിന് എനിക്കെന്റെ രാജ്യം വേണ്ട എന്ന് പറഞ്ഞ് അച്ഛൻ ഇളയമ്മക്ക് കൊടുത്ത വാക്ക് അതാണ് പ്രധാനം, എനിക്ക് രാജ്യം വേണ്ട എന്ന് പറയുന്ന രാമനാണ് നിങ്ങളുടെ രാമനെങ്കിൽ ആ രാമനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ചെറിയ ആട്ടിടയന്മാരോടൊപ്പം, പശുക്കിടാങ്ങളോടൊപ്പം ചെളിയിൽ പുരണ്ട് ജീവിച്ചിരുന്ന ശ്രീകൃഷ്ണനാണ് നിങ്ങളുടെ കൃഷ്ണനെങ്കിൽ ആ കൃഷ്ണനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ ലോകം മുഴുവൻ എന്റെ വീടാണ് എന്ന് പറഞ്ഞ രവീന്ദ്രനാഥ ടാഗോറിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഈ ലോകത്തേക്ക് അഹിംസ പരമോ ധർമ്മ എന്ന് പറഞ്ഞ, ഈ രാജ്യം മുഴുവൻ അഹിംസയില്ലാതായിരിക്കണമെന്ന് ആഗ്രഹിച്ച ബുദ്ധനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് നമ്മുടെ സ്വത്വത്തെ തിരിച്ചറിയാൻ സാധിക്കുക. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നിങ്ങളൊരല്പനേരം തങ്ങി നിൽക്കുകയാണ്. ഖലീൽ ജിബ്രാന്റെ ഒരു 2 വരികളുണ്ട്. വസന്തം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ ലബനോന്റെ താഴ്വാരങ്ങളിൽ ഒരല്പനേരം തങ്ങി നിൽക്കുമെന്ന്. അതുകൊണ്ടാണ് ലബനോൻ നീ ഇത്ര സുന്ദരിയായത് എന്ന് ഖലീൽ ജിബ്രാൻ പറയാറുണ്ട്. ഇവിടെ വാഫിയുടെ വിദ്യാർത്ഥികളുടെ ഈ സർഗവസന്തം ഒരല്പനേരം മർക്കസിന്റെ ഈ ചുറ്റുവട്ടത്ത് തങ്ങി നിൽക്കുകയാണ്. ഈ സുഗന്ധം എല്ലായിടത്തും പകരാൻ, അങ്ങനെ പകർത്താൻ ഒരു കാറ്റ് പോലെ നമ്മളുടെ ഈ അന്തരീക്ഷത്തിലേക്ക് പകരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. വാഫി സ്റ്റുഡന്റ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷഫീഖിനെ സദസ്സിന് നന്ദി നേർന്നതിനു വേണ്ടി സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. ബഹുവന്യരായ ഗുരുനാഥന്മാരെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, 8ാമത് സംസ്ഥാന വാഫി കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ഇവിടെ സമാപിക്കുകയാണ്. അന്തർദേശീയ സമ്മേളനം, അർഹം അസംബ്ലി തുടങ്ങിയ സെഷനുകൾക്ക് ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദി സാക്ഷിയാകാനിരിക്കുകയാണ്. ആദ്യമായി ഈ പ്രായത്തിൽ, വിശിഷ്യ കാലഘട്ടം വളരെ മോശമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദീനി കരിക്കുലം അനുസരിച്ച് പഠിക്കുവാനും ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ല എന്ന കൂട്ടത്തിൽ 4000-ഓളം വരുന്ന വിദ്യാർത്ഥിനികളെ ഉൾപ്പെടുത്തി തരികയും ചെയ്ത CIC-യുടെ ശില്പികൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സമസ്ത മലപ്പുറം ജില്ലാ സെക്രട്ടറി ഉസ്താദ് ഷെയ്ഖുന പി കുഞ്ഞാണി മുസ്ലിയാർ, അള്ളാഹു ഉസ്താദിന് ദീർഘകാലം ദീനിന് സേവനം ചെയ്യാനുള്ള ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നമ്മുടെ നന്ദി ആദരം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ പ്രശസ്ത സാഹിത്യകാരൻ, ആടുജീവിതത്തിന്റെ കണ്ണുനീർ ആംഗലേയത്തിനും അറബിക്കും പരിചയപ്പെടുത്തി കൊടുത്ത പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ ബെന്യാമിൻ അവർക്ക് നമ്മുടെ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്.
അതുപോലെ ഈ വേദി നിയന്ത്രിച്ച CIC-യുടെ അസിസ്റ്റന്റ് ഡയറക്ടർ, നമ്മെ നാമാക്കുന്നതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട KA റഹ്മാൻ ഫൈദി ഉസ്താദ് അവർകൾ, CIC-യുടെ ട്രഷറർ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട അലി ഫൈദി ഉസ്താദ് അവർകൾ, അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കൃതജ്ഞതയോടെ ഈ അവസരത്തിൽ സ്മരിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈ വേദിയിൽ പ്രകാശന കർമ്മങ്ങൾ നിർവഹിച്ച ആദർശേരി ഉസ്താദ്, ആദർശേരി ഹംസക്കുട്ടി ഉസ്താദ്, സയ്യിദ് മുഹമ്മദ് നിസാമി ഉസ്താദ് അവർകൾ, ഹുസൈൻ ഹാജി കോമ്പാറ, അതുപോലെ CIC-യുടെ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായിട്ടുള്ള ഉസ്താദ് ഇബ്രാഹിം ഫൈലി റിപ്പൺ, ഉസ്താദ് അഹമ്മദ് ഫൈലി വാഫി, നേർവായന ഓൺലൈൻ മാഗസിനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്ന ഇമാം സെക്രട്ടറി മുഹമ്മദ് ഷഫീഖ് വാഫി കാട്ടുമുണ്ട. വിശിഷ്യ I also express our sincere thanks to our guest Dr. Ahmed Muhammad Ahmed, Cultural Attaché of Egyptian Embassy. അതുപോലെ ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയ എല്ലാ വിദ്യാർത്ഥിനികൾക്കും, സ്വാഗതം പറഞ്ഞ നിഷാദും കിറാത്ത് അവതരിപ്പിച്ച മുഹമ്മദ് ഷഫീഖ് തുടങ്ങി എല്ലാ ആളുകൾക്കും, വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവരേക്കും നമ്മുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വേദി അടുത്ത സെഷനുകൾക്കും വാഫി കലാമത്സരങ്ങൾക്കും വേണ്ടി അധ്യക്ഷാനുമതിയോടുകൂടെ മാറിക്കൊടുക്കാം.